അദ്ദേഹത്തിന്റെ ശൈലി ഈ ക്രൈസ്തവ പക്ഷത്തു നിന്നുള്ള ആളുകൾ ഡിഫെൻഡ് ചെയ്തു. പക്ഷേ അതിന്റെ ആവശ്യമില്ല. ഒരു കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു വന്ന ചില കാര്യങ്ങൾ മുഴുമിപ്പിക്കാൻ നമ്മൾ അവസരം കൊടുക്കേണ്ടിയിരുന്നു. ഏതാന്ന് വെച്ചാൽ ആവർത്തന പുസ്തകം. കാരണം ആഹ്, ഒരു മുഹമ്മദിന്റെ ധാർമ്മികതയാണ് ചോദ്യം. ആ ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തിനാണ് ആവർത്തന പുസ്തകത്തിലേക്ക് പോകുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ ആ ചോദ്യത്തിൽ യുക്തിയില്ല. എന്റെ കാരണം ഇസ്ലാമിക ശൈലി അത് തന്നെയാണ്. അപ്പൊ ഇസ്ലാം പഠിച്ചും ശീലിച്ചും വന്ന ഒരു കാര്യമേ അവർക്ക് തുടരാൻ പറ്റൂ. അല്ല എന്ത് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ അത് സോഹനെ മാത്രമായിട്ട് വിലക്കരുത്. അക്ബർ സാഹിബ് ആണെങ്കിലും മദനി സാഹിബ് ആണെങ്കിലും മുഹമ്മദ് ഈസി ആണെങ്കിലും ഇവരെക്കാളൊക്കെ കഴിവുള്ളവരാണല്ലോ ഈ പറഞ്ഞ പേരുകൾ. ബാലുശ്ശേരി ആണെങ്കിലും ഇവരെല്ലാം സ്കോളേഴ്സ് ആണ്. അവരുടെ സ്കോളേഴ്സ് സംവാദങ്ങളിൽ സ്വീകരിക്കുന്ന ഒരു ശൈലിയുണ്ട്, ഒരു റിലേറ്റീവ് ആർഗ്യുമെന്റ്. അതായത് എ എന്ന ഒരാൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ എ എന്ന മനുഷ്യനോട് പോലീസ് ചോദിക്കുന്നു, നിങ്ങൾ മോഷ്ടിച്ചുവോ? അപ്പോൾ പറയുന്നു, എ എന്ന ആൾ പറയുന്നു, ഞാൻ മാത്രമല്ല, ബിയും മോഷ്ടിച്ചിട്ടുണ്ട്, സിയും മോഷ്ടിച്ചിട്ടുണ്ട്, ആ കൂടെ ഞാനും പെടും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബിയും സിയും ശിക്ഷിക്കപ്പെട്ടു, നിങ്ങൾക്ക് അതിന് കഴിയുമോ? ഇല്ല. അതിന്റെ കാരണം എന്താ? ഒന്നും പറയാനില്ല. അപ്പോൾ പറയും, ഡി എന്ന് പറയുന്ന മറ്റൊരാളും മോഷ്ടിച്ചിട്ടുണ്ട്. പോലീസ് പറയുന്നു, അയാളും നിയമത്തിന്റെ മുമ്പിൽ ഈക്വൽ ആണ്, അതും ബാധകമല്ല. അപ്പോൾ പറയും, ഇ എന്ന മറ്റൊരാൾ മോഷ്ടിച്ചിട്ടുണ്ട്. ഇത് റിലേറ്റീവ് ആർഗ്യുമെന്റ്, അതായത് ഒന്നിനെ ആപേക്ഷികമായി മറ്റൊന്നിനെ കുറിച്ച് പറയുക. അപ്പൊ അതേ ഇസ്ലാമിന് സാധിക്കൂ എന്നുള്ള ഒരു പ്രതിസന്ധി ഉണ്ട്. അതേ അവർ ചെയ്യുന്നുള്ളൂ. അത് സോഹനായി തുടങ്ങിയ ഒരു കാര്യമല്ല. അതുകൊണ്ട് സോഹൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം പോലെ എന്റെ സുഹൃത്തുക്കൾ സംസാരിച്ചത് അവിടെയാണ് തെറ്റിയത്. സോഹൻ എന്നല്ല, ഏതൊരു ഇസ്ലാമിക പണ്ഡിതനും. എന്തോ? ഹലോ, സഹോദരന്മാരെ, ആരും തന്നെ മൈക്ക് എടുക്കരുത്. ഇവിടെ ഒരു ഡിസ്റ്റോഷൻ ഉണ്ടാക്കാൻ പാടില്ല. ഓക്കെ, അവരപ്പം തന്നെ റിമൂവ് സോഹൻ എന്നല്ല, ചെയ്യുന്നതായിരിക്കും. ഏതൊരു ഇസ്ലാമിക പണ്ഡിതനും അതേ ചെയ്യാൻ പറ്റൂ. അതിപ്പോ മുഹമ്മദ് വിവാഹം പറഞ്ഞാൽ ഹിന്ദുക്കളോടാണ് പറയുന്നെങ്കിൽ അവര് പണ്ടത്തെ ഗാന്ധിജിയുടെ കല്യാണം പറയുന്നത്, ഇന്ത്യയിൽ ഇങ്ങനെ നടന്നു എന്ന് പറയുന്നത് അങ്ങനെയേ സാധിക്കൂ. അപ്പൊ അതിൽ സോഹന് ഒരു റിസ്ക് ഇല്ല. കാരണം സോഹൻ പഠിച്ചു വന്ന മദ്രസ ശൈലി അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രതിവാദ രീതി അങ്ങനെ ആയിരിക്കണം. ഇവിടെ ക്രൈസ്തവരായ സഹോദരങ്ങൾ ചോദിക്കുന്നത്, ക്രൈസ്തവർക്ക് അങ്ങനെ അതിന്റെ ഒരു ആവശ്യമില്ല. യേശുവിന്റെ ദൈവത്വമോ യേശുവിന്റെ അസ്തിത്വമോ യേശുവിന്റെ ചരിത്രപരതയോ അതല്ലെങ്കിൽ ധാർമ്മികതയോ ചോദിക്കുമ്പോൾ മുഹമ്മദ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അള്ളാഹു ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നില്ല. ആ സൗകര്യം വെച്ച് നിങ്ങൾ ഇസ്ലാമിനെ വിലയിരുത്തരുത്. കാരണം ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അത് ലോത്തിലേക്ക് അവർക്ക് പോകേണ്ടി വരും. അതിലൊരു തെറ്റല്ല, കാരണം അവരെടുക്കാൻ പോകുന്ന ലോത്തിനെയാണെന്ന് ഓർക്കണം. അതിലെന്താ തെറ്റ്? അല്ലെങ്കിൽ പാവം ചെയ്തിട്ട് നിൽക്കുന്ന ദാവീദിനെയാണ് എടുക്കുന്നത്. അപ്പൊ അതിലെന്താ കുഴപ്പം പറയാൻ പറ്റുന്നത്? അത് തുല്യമാണ്. നമ്മളതിനകത്ത് വേറെ ഒന്നും പറയരുത്. ലോത്ത് ചെയ്തതും മുഹമ്മദ് ചെയ്തതും ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ലോത്ത് അങ്ങനെ ചെയ്തല്ലോ, അപ്പൊ പിന്നെ എന്ത്? ഒരു കുഴപ്പമില്ല, ലോത്തും മുഹമ്മദും അപ്പൊ ഒരുപോലെ വരും എന്ന് തന്നെയാണ് അവർ സമ്മതിക്കലാണ് അതുവഴി. അല്ലെങ്കിൽ അന്യന്റെ എന്താ പറയുക, മറ്റേ സൈനികന്റെ പത്നി ഊര്യാവിന്റെ പത്നിയെ സ്വന്തമാക്കിയ ദാവീദും, അല്ലെങ്കിൽ സൈനവിനെ സ്വന്തമാക്കിയ മുഹമ്മദും. ഊര്യാവിന് അങ്ങനെ പറ്റും, ഊര്യാവിന്റെ വൈഫിനെ എടുക്കാൻ ദാവീദിന് പറ്റിയെങ്കിൽ തികച്ചും ഇദ്ദേഹത്തിനും പറ്റും. ആ ആനുകൂല്യം അവർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. അതിനകത്ത് ഇവിടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഈ സോഹനോട് പറയാനുള്ള കാര്യം, അതിന് ഞങ്ങൾക്ക് ഒരു വിഷയമില്ല. നിങ്ങൾ അങ്ങനെ ഒരു വചനം എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് എടുത്തിട്ടോ ജസ്റ്റിഫൈ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് ശരി, അത് സമ്മതിക്കാൻ മടിയില്ല. പക്ഷെ പ്രോബ്ലം അവിടല്ല. എന്നിട്ട് നിങ്ങൾ അടുത്ത ഘട്ടത്തിൽ ഈ മാനവരിൽ മഹോന്നതനായിട്ട് ഇദ്ദേഹത്തെ കൊണ്ടുവരരുത്. അവിടെയാ പ്രശ്നം വരുന്നത്. അപ്പൊ അത് ലോത്ത് മാനവരിൽ മഹോന്നതനല്ല, ഞങ്ങൾക്ക് മഹോന്നതനാണെന്ന് അല്ലെന്ന് മാത്രമല്ല, ഒരു അധമനായ മനുഷ്യനായിട്ടാണ് ചരിത്രം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ദാവീദ് ചെയ്ത പ്രവൃത്തി ക്രൈസ്തവനോ യഹൂദനോ പോലും സ്വീകാര്യമായ ഒന്നല്ല. അത് വിമർശിക്കപ്പെട്ടിരിക്കുന്നു ബൈബിളിൽ. ആ സെയിം ടൈമിലാണ് വിമർശിക്കപ്പെടുന്നത്. അപ്പൊ അത് ആ വ്യത്യാസം നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. അവിടെ അതാണ് പറയാനുള്ളത്. ഇനി ഇദ്ദേഹം പറഞ്ഞ ഒരു എങ്ങനെ വിമർശിച്ചതെന്നും കൂടെ പറഞ്ഞു തരണം അനിൽ പാസ്റ്ററെ. അല്ല, അത് പറയാമല്ലോ. വിമർശിച്ചത് എങ്ങനെയായാലും ആയിക്കോട്ടെ, വിമർശനം നടന്നല്ലോ, കൃത്യമായ വിമർശനം അവിടെ നടന്നിട്ടുണ്ട്. അത് നമുക്ക് ചർച്ച ചെയ്യാം. വേറൊരു കാര്യം, ഇങ്ങനൊരു സംശയമേ ഒരു മുസ്ലിമിന് വരാൻ പാടില്ല. അതിന്റെ കാരണം പറയാം. ഇതിന് വിമർശനം വരേണ്ട ആൾ മുഹമ്മദ് ആയിരുന്നു. പുള്ളിക്ക് ഈ സംശയമില്ല. പുള്ളി എഗ്രി ചെയ്തിരിക്കുന്നു ആ ഭാഗം. നിങ്ങൾ ഉയർത്തുന്ന ഒരാരോപണവും മുഹമ്മദിനില്ല. മുഹമ്മദിനില്ലാത്തൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. സഹാബിമാർക്കില്ല, ഉമറിനില്ല, അല്ലെങ്കിൽ ഖലീഫമാർക്ക് ആർക്കും ഇല്ല. അപ്പൊ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ആർക്കും ഓൾഡ് ടെസ്റ്റമെന്റിലെ ഇത്തരം സംഭവങ്ങളെ പറ്റി, നിങ്ങൾ വായിച്ച ആവർത്തനം 25 വാക്യത്തെ പറ്റി ഒരു സംശയം ഇല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കേണ്ട ആരോടായിരുന്നു?
അല്ലെങ്കിൽ അന്നിത് വായിച്ച കേമന്മാരാരും മുഹമ്മദിനോട് ചോദിക്കേണ്ടിയിരുന്നില്ലേ ഈ ചോദ്യം? അല്ല, അപ്പൊ അതെല്ലാം അതൊന്നുമില്ല. തിരികെ കയറ്റിയതാന്നാ ഇസ്ലാം വിശ്വസിക്കുന്നത്. ഒരിക്കലും നമ്മൾ ഇസ്ലാം വിശ്വസിക്കുന്നില്ല അതൊക്കെ അല്ല, അത് ശരിയാണെന്ന്. ഇടയ്ക്കേറാതെ അത് മുഹമ്മദ് വിശ്വസിക്കുന്നില്ല. ഇസ്ലാമിന് എന്തും വിശ്വസിക്കാം, പക്ഷെ മുഹമ്മദിന് ആ വിശ്വാസം ഇല്ല, അള്ളാഹുവിന് ആ വിശ്വാസം ഇല്ല. ഉണ്ടെങ്കിൽ റെഫറൻസ് തരൂ, ഞങ്ങൾ എല്ലാം കൂടെ ഇല്ല വിശ്വസിച്ചേക്കാം. എന്നുള്ളതിന് മുഹമ്മദിന് റെഫറൻസ് തരുന്നു. നിക്ക് അവിടെ സോഹനെ ഇടയ്ക്കേറല്ലേ. പ്ലീസ്, സോഹൻ ഇടയ്ക്കേറല് ഇനി ഇടയ്ക്കേറെ താഴെ ഇടും കേട്ടോ പ്ലീസ്. സോഹനെ പ്ലീസ്. ഈ ശോകൻ താഴെ ഇട്ടോ. പറഞ്ഞെല്ലാം ഞാൻ ഓക്കെ. കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇടയ്ക്ക് ഇരുന്ന ഒരാളല്ല. ഇത് മോശമാണ്. നിങ്ങൾക്ക് ഇതെല്ലാം കുറിച്ച് വെച്ചിട്ട് മറുപടി പറയണം. അതായത് ശോകൻ എന്നല്ല, ലോകത്തിലെ ഒരു മുസ്ലിം പണ്ഡിതനും പറയുന്ന വിവരക്കേടുകള്, അക്ബർ പറയുന്ന വിവരക്കേടുകള് മുഹമ്മദ് പറഞ്ഞിട്ടേ ഇല്ല. മനസ്സിലാക്കിക്കൊള്ളണം. എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ആളുകൾ മുഹമ്മദിനെ തെളിയിക്കാൻ വരും ബൈബിളിൽ നിന്ന്. മുഹമ്മദ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞല്ലോ യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് നേരെ തിരിച്ചു വരാം. ആവർത്തനത്തിൽ പറയുന്ന പ്രവാചകൻ മുഹമ്മദാണ്, തോറയിൽ പറയുന്ന പ്രവാചകൻ മുഹമ്മദാണ് എന്ന് മുഹമ്മദ് എവിടെ പറഞ്ഞു? പറയൂ. ഒന്നത്. രണ്ടാമത്തെ കാര്യം, സബൂറിൽ എവിടെയാണ് മുഹമ്മദിനെ പറ്റി? നിങ്ങൾ പറയുന്നു ഉത്തമ ഗീതത്തിൽ അഹമ്മദ് എന്നുണ്ട്. ഉണ്ടായിക്കോട്ടെ, ഞങ്ങൾ എഗ്രി ചെയ്യാൻ തയ്യാറാണ്, ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ മുഹമ്മദ് പറയണം, അള്ളാഹു പറയണം, ഖുറാൻ പറയണം, ഏതിലൊന്നിൽ പറയണം. കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന വാദം അതൊക്കെ തിരികെ കയറ്റി എന്ന് പറഞ്ഞ ആളുകൾ അവിടെയും പൊളിഞ്ഞു പോകും. എന്റെ കാരണം പറയാം. ആരാണ് തിരികെ കയറ്റിയത്? യേശു ക്രിസ്തുവിന് മുമ്പാണോ പിമ്പാണോ ഈ തിരികെ കയറ്റൽ? അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന് മുമ്പാണെങ്കിൽ അത് ഈ നിങ്ങൾ പറയുന്ന ഈസാ നബി കണ്ടുപിടിക്കണമല്ലോ, ഇന്ന തിരികെ കയറ്റിയെന്ന് കണ്ടുപിടിക്കണം. അതിന് കാണുന്നില്ല. അടുത്തത്, ഇത് രണ്ടുകൂടെ കണ്ടുപിടിക്കേണ്ട ആള് മുഹമ്മദായിരുന്നു. അതായത് മുഹമ്മദിന്റെ കാലത്താണോ തിരികെ കയറ്റി വരുത്തിയത്? തിരികെ കയറ്റി വരുത്തിയത് ഹിസ്റ്റോറിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുമോ? എന്തിൽ നിന്നാണ്, ഏതെടുത്ത് കളഞ്ഞിട്ടാണ് ഇത് തിരികെ കയറ്റിയത്? നിങ്ങളുടെ സ്കോളേഴ്സിന് പറ്റില്ല. നിങ്ങളുടെ സ്കോളേഴ്സ് 19-ാം നൂറ്റാണ്ടിന് ശേഷം ഉന്നയിച്ച ഈ വാദങ്ങളൊന്നും മുഹമ്മദിന്റെ വാദമല്ല, അള്ളാഹുവിന്റെ വാദമല്ല, ഖുർആന്റെ വാദമല്ല. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം റിലേറ്റീവ് ആണ്. അതെന്താണ് കാരണം? നിങ്ങൾ ചോദിച്ചത് അങ്ങനെ അല്ലെന്ന് തെളിവുണ്ടോ? അങ്ങനെ അല്ലെന്ന് എന്തിനാ ഒരു കാര്യം തെളിയിക്കുന്നത്? അല്ലെന്നൊരു കാര്യം തെളിയിക്കാൻ പറ്റുമോ? അല്ലെന്നല്ല തെളിയിക്കുന്നത്. ബേഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് ആരോപണം ഉന്നയിക്കുന്നവനാണ്, കേട്ടവനല്ല. അത് ആദ്യം മനസ്സിലാക്കിക്കൊള്ളണം. അതായത് നിങ്ങൾ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു ഒരാക്രമണം നടത്തിയും തെളിയിക്കട്ടെ, ഞാനാണോ? ഞാനല്ല, നിങ്ങളാണ്. ആരോപണം ഉന്നയിക്കുന്നു അവരാണ്. ബേഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നാൽ ആരോപണം ഉന്നയിക്കുന്നവനാണ് തെളിയിക്കേണ്ടത് ഈ കാര്യം. അല്ലാതെ ആരോപണം കേൾക്കുന്നവൻ എങ്ങനെ തെളിയിക്കുന്നത്? മുഖ്യമന്ത്രി സ്വർണ്ണക്കടത്ത് നടത്തി, മുഖ്യമന്ത്രിയാണോ തെളിയിക്കേണ്ടത് ഞാൻ നടത്തിയെന്ന്? തെളിയിക്കേണ്ടത് ആരോപണം പറഞ്ഞ ആളാണ്. ആരോപണം പറഞ്ഞവൻ പ്രൂവും കൊണ്ടാണ് വരേണ്ടത്. ആ പ്രൂവേ കോടതി സ്വീകരിക്കൂ. ഇൻഫർമേഷൻ കോടതിക്ക് വേണ്ട. ഇൻഫർമേഷനാണ് നിങ്ങൾ ഈ പറയുന്നത്. ഇൻഫോർമേഷൻ നല്ലതാണ്, അത് പോലീസ് സ്റ്റേഷൻ വരെ ചെല്ലുള്ളൂ. അവിടുന്ന് പ്രൂഫ് ഉണ്ടാക്കിക്കൊണ്ട് കോടതിയുടെ മുമ്പിൽ മെറ്റീരിയൽ എവിഡൻസ് കൊടുക്കണം, സാഹചര്യ തെളിവ് കൊടുക്കണം. ഇതെല്ലാം കൂടെ വെച്ചാലേ അത് സ്വീകാര്യമാവുള്ളൂ. ഈ തിരുത്തി എന്ന് പറയുന്ന ആളുകളാണ് തെളിവ് തരേണ്ടത്. അത് എവിടുന്നാ തെളിവ് തരേണ്ടത്? ഹിസ്റ്റോറിക്കലി തരണം. കാരണം ഒരു ആത്മീയ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ പറയുന്ന വ്യാഖ്യാനം അല്ല, മറിച്ച് വേണ്ടത് ഹിസ്റ്റോറിക്കലി പ്രൂവൺ ആയിരിക്കണം നിങ്ങൾ പറയുന്ന കാര്യം. അങ്ങനെയെങ്കിൽ തോറ കണ്ടിട്ടുള്ള മുഹമ്മദ് ഇത് കണ്ടിട്ടുണ്ടാകുമല്ലോ. ഇനി ഇതില്ലാത്ത തോറയാണ് മുഹമ്മദ് കണ്ടതെങ്കിൽ ആ തോറ ഇപ്പോഴും കാണുമല്ലോ. അത് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? സാധിക്കുന്ന കാര്യമല്ല. ഇനി അത് വിട്, എന്റെ ചോദ്യവും കാര്യമൊന്നും അവിടെ അല്ല. ഇവിടെ മുഹമ്മദിന്റെ ധാർമ്മികത പറയാൻ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞത് എന്താണ്? മുഹമ്മദ് ഏകദൈവത്തെ പറ്റി പറഞ്ഞു. ഇല്ല, മുഹമ്മദ് ഏകദൈവത്തെ പറ്റി പറഞ്ഞതല്ല ചെയ്തത്. അവിടെ സംഭവിച്ചത് ഏകദൈവം എന്ന ആശയത്തിൽ തന്റെ പേര് കൂടി കട്ടാൻ പേസ്റ്റ് ചെയ്ത് ചേർത്ത് വെച്ചു. അതായത് ഏകദൈവം എന്നൊരാശയം ഒരു ഡെയിറ്റിയെ വലിപ്പപ്പെടുത്തി, ഒരു ഡെയിറ്റി മാത്രമായ അള്ളാഹുവിനെ വലിപ്പപ്പെടുത്തിയിട്ട് വിശ്വേശ്വരനാക്കി ഉയർത്തി. ഒരു ഡെയിറ്റി മാത്രം. ഇത് കേൾക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി പറയാം, എന്താണ് ഡെയിറ്റിയും ദൈവവും തമ്മിലുള്ള വ്യത്യാസം. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പത്തിൽ പറയാം. ബ്രഹ്മ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട് ഈ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം. ബ്രഹ്മ ഇസ് ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. ബ്രഹ്മ അൾട്ടിമേറ്റ് റിയാലിറ്റി ആയ ഗോഡാണ്. പക്ഷെ ബട്ട് അയ്യപ്പ ഇസ് നോട്ട് ഗോഡ്, ബട്ട് ഇറ്റ് ഈസ് ഡെയിറ്റി. മുരുക ഇസ് നോട്ട് ഗോഡ്, ഇറ്റ് ഈസ് ഡെയിറ്റി. ഡെയിറ്റി വേറെ, അൾട്ടിമേറ്റ് റിയാലിറ്റി വേറെ. ഇതാണ് വ്യത്യാസം. അപ്പോൾ അള്ളാഹ് വാസ് നോട്ട് ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. അള്ളാഹ് അൾട്ടിമേറ്റ് റിയാലിറ്റി അല്ല, ഡെയിറ്റി ആണ്. അത് കൃത്യം പ്രൂവ് ചെയ്യപ്പെട്ട കാര്യമാണ്. ഈ ഡെയിറ്റിയെ പിടിച്ചിട്ട് അൾട്ടിമേറ്റ് ഒന്നാക്കി മാറ്റി. ഇപ്പൊ മുരുകന്റെ ഭക്തനായ ഒരാള് ആ മുരുക എന്ന ഡെയിറ്റിയെ ബ്രഹ്മാവിന് മീതെ പ്രതിഷ്ഠിച്ചാൽ എങ്ങനെ ഇരിക്കും? അത് വിജയിക്കില്ല. ഒന്നത്. രണ്ടാമത്, എവിടെയാണ് ഈ തൗഹീദ് നിലനിൽക്കുന്നത്? തൗഹീദ് എന്ന ആശയം നിലനിൽക്കണമെങ്കിൽ മുഹമ്മദ് എന്ന ആളിന്റെ അസ്തിത്വം വേണം. കാരണം അള്ളാഹ് ദൈവമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൗഹീദ് ആവില്ല. തൗഹീദ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് അള്ളാഹിന്റെ പ്രവാചകനാകുന്നു എന്ന് പറയണം. ഇവിടെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഇരട്ടത്താപ്പ് കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പോവാണ്. ഈ മുഹമ്മദിന് ഒരു മിറക്കിൾ പെർഫോം ചെയ്യാമോ, അടയാളം കാണിക്കാമോ, ദൃഷ്ടാന്തം ചെയ്യാമോ എന്ന വെല്ലുവിളി വരുമ്പോൾ പണി പാളും. അപ്പോഴൊക്കെ മുഹമ്മദും അനുഗാമികളും പറയും മുഹമ്മദ് ഒരു സാധാരണ മനുഷ്യനാണ്, അബു കാസിം എന്ന വിളിപ്പേരുള്ള ഒരു സാധാരണ മനുഷ്യനാണ്. എന്നാല് മുഹമ്മദ് ഇങ്ങനെ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ് തടി തപ്പുന്ന ആളുകൾ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. പോസ്റ്റ്മാൻ ആണ് മുഹമ്മദ്. അതായത്
ഈ ആലോചന കൊണ്ട് മനുഷ്യരുടെ ഇടയിൽ എത്തിച്ച ഒരു അള്ളാഹുവിന്റെ വിശ്വസ്തനായ പോസ്റ്റ്മാൻ അല്ലെങ്കിൽ സന്ദേശം എത്തിച്ച ആള്. ലോകത്തെവിടെയും ആളുകൾ പറയോ എന്റെ ബാപ്പ അയച്ചു തന്ന പണം കൊണ്ടാണ് ഞാൻ ഈ വീട് പണിതത്, പക്ഷെ അത് കൊണ്ടു തന്നത് പോസ്റ്റ്മാനാണ്. പോസ്റ്റ്മാനും അപ്പായും കൂടെ ചേർന്നാണ്, ബാപ്പായും കൂടെ ചേർന്ന് തന്ന ക്യാഷിലാണ് ഞാൻ ഇതെല്ലാം കെട്ടിപ്പൊക്കിയെന്ന് ആരും പറയില്ല. ബാപ്പ മാത്രം മതി സാറേ, പോസ്റ്റ്മാന് റോളില്ല സാറേ. പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്യാരി ചെയ്ത ആള് മാത്രമാണ്. മാത്രമല്ല പോസ്റ്റ്മാന് സ്തുതി, പോസ്റ്റ്മാന് മഹത്വം ആരെങ്കിലും പറയോ? ആരെങ്കിലും പറയോ? അള്ളാന്ന് പറയുമ്പോൾ വരും ഒരു ഓർഡിനറി പേര്. പോസ്റ്റ്മാന്റെ കാര്യം പറയുമ്പോഴേക്ക് ചെല്ലമ്മയോ ഏതാണ്ടല്ല ചേർത്താ പറയുന്നത്. അപ്പൊ ഈ ചെല്ലമ്മ എന്ന് പറഞ്ഞിട്ടുള്ള കുഴപ്പം എന്താ? അത് നിലനിൽക്കുകയില്ലേ? അപ്പോ ഈ കൂടെ എനിക്ക് അറബി അറിയാത്തതുകൊണ്ട് കേട്ടോ, എന്റെ പ്രൊണൗൺസിയേഷൻ ഇങ്ങനെ തെറ്റിപ്പോയി ക്ഷമിക്കണം. എനിക്കത് കേൾക്കുമ്പോഴൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ചെല്ലമ്മാൻ തിരിഞ്ഞു പോകുന്നത്. ഞാൻ മലയാളി ആയതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ എടുത്തിട്ടോണം, പരിഹാസമല്ല. അപ്പോ ഇങ്ങനെ ഇദ്ദേഹത്തിന് സ്വയം ആരോ ആയിത്തീരാനുള്ള വ്യഗ്രതയിൽ അദ്ദേഹം ഉണ്ടാക്കിയ സ്ലോഗൻ മാത്രമാണ് ഇന്ന് കേൾക്കുന്ന തൗഹീദ്. അല്ലെങ്കിൽ ഈ പ്രിയപ്പെട്ട സോഹൻ പറയൂ മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നൊരാൾ ഉരുവിടുന്നില്ല, അള്ളാഹു ഏകനാകുന്നു എന്ന് മാത്രം പറഞ്ഞാൽ ആ തൗഹീദ് ശരിയാകുമോ? മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാകുന്നു എന്ന് ഏകവചനത്തിൽ പറയുമ്പോൾ വേറെ കുഴപ്പമുണ്ട്. ഇബ്രാഹിം പ്രവാചകനല്ലേ? 100 ചോദ്യം ഒരു തിരിയും. ഇബ്രാഹിം, ഈസ, നിങ്ങൾ പറയുന്ന ഇസ്മായില്, ആദം, ഇവരെല്ലാം നിലനിൽക്കെ ഒരാളെ ഉള്ളൂ പ്രവാചകൻ അള്ളാഹുവിന്. ഇവരെല്ലാം പ്രവാചകന്മാരായിരുന്നു എന്ന് പറയാതെ അത് നിങ്ങൾ ഒരാളുടെ പേര് മാത്രം പറയുമ്പോൾ മുഹമ്മദിനാണ് അവിടെ പ്രയോറിറ്റി. നിങ്ങൾ പറയുന്നത് ധാർമ്മികതയല്ല, നിങ്ങൾ പറയുന്നത് തിയോളജിക്കലി ഒരു ഇൻഫോർമേഷൻ ആണ്, അതുപോലും സക്സസ് അല്ല. ഇനി അടുത്തത് ഒരു ധാർമ്മികത പറയാൻ പറയുമ്പോൾ ഞാനത് സോഹനെ അധികം വിഷമിപ്പിക്കാൻ പാടില്ല എന്നാണ് ക്രൈസ്തവ സുഹൃത്തുക്കളോട് പറയുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇസ്ലാമിന്റെ സാംസ്കാരിക ലോകം, വൈജ്ഞാനിക ലോകം വളരെ ബൃഹത്തായ ഒന്നാണ്. നമ്മൾ നിച്ചോട്രൂത്തിന്റെയോ IPHന്റെയോ ഒരു ഗ്രന്ഥശാലയിൽ ചെല്ലുക, അവരുടെ സാഹിത്യമൊക്കെ വളരെ വളരെ നല്ലതാണ്. ഞാനും ജോർജും കൂടെ അടുത്ത കാലത്ത് നിച്ചോട്രൂത്തിന്റെ ആ ബുക്ക് സ്റ്റാളിൽ ചെന്നു ഒരു 10,000 ഉറുപ്പിയുടെ പുസ്തകം വാങ്ങി. IPHലും പോയി, എറണാകുളത്ത് പാലാരിവട്ടത്ത്. അവിടേക്കുള്ള പഠനം വളരെ രസകരമാണ്. ഇസ്ലാമിക് ബാങ്കിങ്, ഇസ്ലാമിക് എക്കണോമിക്സ്, ഒത്തിരി ശാസ്ത്ര വിഷയങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളതൊക്കെ കുറെ വാങ്ങിയിട്ടുണ്ട്. ഇത്രയും പാണ്ഡിത്യമുള്ള ഗവേഷണമുള്ള നിങ്ങൾക്ക് ഈസി ആയി ചോദ്യം മറുപടി പറയാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളുടെ പണ്ഡിതന്മാരാകുന്ന എന്താണ്? ഞങ്ങളുടെ ചോദ്യം എത്ര ലളിതമാണ്. ഞങ്ങളുടെ ചോദ്യം മുഹമ്മദ് എന്ന് നിങ്ങൾ ആദരിക്കുന്ന മഹാനായ വ്യക്തിത്വം ഉലകത്തിന് മുമ്പിൽ കൊടുത്ത അദ്ദേഹത്തിന്റെ ജീവിത മാതൃക എന്താണ്? ഈ ചെറിയ ചോദ്യം വരുമ്പോൾ നിങ്ങൾ പറയുന്നു ഒന്നീ തൗഹീദ്, അല്ലെ പറയുന്നു അടുത്ത അയൽക്കാരനെ സ്നേഹിക്കുക. ഇനി നമുക്കത് അവിടെ നിർത്താം. ഈ അയൽക്കാരനെ സ്നേഹിക്കാൻ യേശു പഠിപ്പിച്ചിട്ടില്ല എന്ന് വെക്കുക, മുഹമ്മദും പഠിപ്പിച്ചിട്ടില്ല എന്നങ്ങ് വെക്കുക. മനുഷ്യ സ്നേഹിക്കുന്നില്ലേ? മനുഷ്യ സ്നേഹിക്കുന്നൊക്കെ ഉണ്ട്, ഇന്ന് സ്നേഹിക്കുന്നുണ്ട്. കാരണം ചെറിയ പിണക്കങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളവിടെ ഒന്ന് വിറ്റുപോയി നോക്കിയേ, അയൽക്കാരൻ കരഞ്ഞുകൊണ്ട് അവിടെ വന്ന് നിൽക്കും. നമ്മുടെ സാധനമെല്ലാം ലോറിയെ കെട്ടിത്തരും. ചെറിയ വാക്കിലേറ്റമൊക്കെ പറഞ്ഞെല്ലാം ഓർത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് പൊട്ടിക്കരഞ്ഞ് നമ്മളെല്ലാം പിരിയുന്നേ. അപ്പൊ അത് യേശുവും പഠിപ്പിച്ചിട്ടില്ലെന്ന് വെച്ചോ, മുഹമ്മദും പഠിപ്പിച്ചിട്ടില്ലെന്ന് വെച്ചോ. ഇതല്ല ജീവിത ധാർമ്മികത, മനസ്സിലാക്കിക്കൊള്ളണം. ഇനി ഇത് പഠിപ്പീരായിട്ട് കാര്യമില്ല, ഞങ്ങൾ പഠിപ്പീരും അല്ല ചോദിക്കുന്നത്. KP രാമനുണ്ണിയുടെ ഒരു പ്രയോഗം കഴിഞ്ഞ ദിവസം വന്നു. അദ്ദേഹത്തെ ഒരു മുസ്ലിം വളർത്തി, അപ്പൊ അദ്ദേഹം അതിന്റെ ഗുണങ്ങളെല്ലാം പറയുന്നുണ്ട്, നല്ല കാര്യം. എന്നിട്ട് പറയാണ് പ്രവാചകൻ പഠിപ്പിച്ചു അനാഥ ബാലന്റെ മുമ്പിൽ വെച്ച് സ്വന്തം മകനെ നിങ്ങൾ ലാളിക്കരുത്, വാത്സല്യം കാണിക്കരുത്. ആയിക്കോട്ടെ, ആ ക്ലാസ്സിനെ ആരെതിർത്തു? നല്ല കാര്യമില്ലേ? ഇനി മുഹമ്മദ് ഇങ്ങനെ പഠിപ്പിച്ചു, റെഫറൻസ് ഒന്നും വേണ്ട, നല്ല കാര്യമല്ല, അദ്ദേഹം പഠിപ്പിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെങ്കിൽ അയൽക്കാരോട് മുഹമ്മദ് ഇങ്ങനെയാണോ ചെയ്തേ? ചെയ്തത് എന്താ പറഞ്ഞേ? അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് മുഴുവൻ ക്രൈസ്തവരെയും മുഴുവൻ യഹൂദനെയും പുറത്താക്കും. അങ്ങനെ ക്രിസ്ത്യാനി ഇല്ലാത്ത, യഹൂദനില്ലാത്ത ഒരു അറേബ്യ സ്വപ്നം കണ്ട ആളല്ലേ മുഹമ്മദ്. അത് പ്രാവർത്തികമാക്കണം, ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ തിയറി ആർക്കാ പറയാൻ പറ്റാത്ത? ഇത് ഞാനിരുന്നുകൊണ്ട് മുഹമ്മദിനേക്കാൾ ഡീസൻ്റായ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞുതരാം, നിങ്ങൾ കുറിച്ചെടുത്തോ വേണമെങ്കിൽ. മുഹമ്മദ് ഈ പഠിപ്പിച്ചതിനേക്കാൾ സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ ഐക്യരാഷ്ട്രസഭയും മനുഷ്യാവകാശ സംഘടനകളും ഒക്കെ അംഗീകരിക്കുന്ന ധാരാളം കാര്യങ്ങൾ പറയാം. പുതുമ കാണത്തില്ല, കാരണം അത് ചരിത്രത്തിലൂടെ പഠിച്ചു വന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതൊക്കെ പറയാം. ആ ക്ലാസ് അല്ല ചോദിച്ചത്, ഞാൻ എന്ന മനുഷ്യൻ എങ്ങനെ മനുഷ്യർക്ക് ഒരു ജീവിത മാതൃകയായി, ഇതാണ് ഞങ്ങളുടെ ചോദ്യം. അത് ഇത്രയും വലിയ പഠനമുള്ള, ആഴക്കടലിൽ ഇരുട്ട് ഇതൊക്കെ ശാസ്ത്രമുള്ള, ഭയങ്കര വിജ്ഞാന മേഖലയിലുള്ള നിങ്ങളുടെ പണ്ഡിതന്മാരോട് 1.5 കൊല്ലമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നു. ക്ലബ് ഹൗസ്, ഞാൻ ക്ലബ് ഹൗസ് വന്നിട്ട് ഇന്നലെ 1 വർഷം തയ്യാണ്. നമ്മൾ ഇവരോടെല്ലാം ചോദിക്കുന്നുണ്ട് 10 മാതൃക, അത് കുറച്ച് 5 മാതൃക പറയൂ. അതില്ലാതെ നിങ്ങൾ പറയാണ് മഹോന്നതൻ മഹോന്നതൻ മഹോന്നതൻ. എങ്ങനെ ഈ ചെറിയ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യാൻ നിങ്ങളുടെ ഹുദവികൾക്കോ ഈ മദനിമാർക്കോ ഇത്രയും 10-12 വർഷം ഈ ഇസ്ലാം എന്ന മഹാസാഗരം എന്ന് നിങ്ങൾ പറയുന്ന ആ ശാസ്ത്രവിജ്ഞാനീയത്തിൽ മുങ്ങി തോർത്തി കയറി വന്ന കക്ഷികൾക്ക് കഴിയുന്നില്ലേ? ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞു നിർത്താം. ഇതേ ചോദ്യം ഞാൻ മദനി സാഹിബിനെതിരെ ചോദിച്ചു, മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെ ചോദിച്ചിട്ടാണ് ഇത് ആദ്യം അന്തരീക്ഷത്തിൽ കിടക്കുന്നത്. അത് കിടപ്പുണ്ട്.
മുജാഹിദ് ബാലുശ്ശേരിയോട് ഈ 10 ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി അതിന് പറഞ്ഞത് നമുക്ക് മറൈൻ ഡ്രൈവിൽ കൂടാം, കോവിഡ് ഒന്ന് കഴിഞ്ഞോട്ടെ, നമ്മളിപ്പോൾ ഇരിക്കും, നമ്മളിപ്പോൾ നിൽക്കും, ഇതൊന്നും നടക്കുകയില്ലെന്ന് ഞങ്ങൾക്കറിയാം. കാരണം നിങ്ങൾ ഇനി എങ്ങനെ കൂടിയാൽ പോലും ഇത് പറയാനൊന്നും ഇല്ലെന്ന് ഞങ്ങൾക്ക് കൃത്യം അറിയാം. അടുത്ത കാര്യം, മദനി സാഹിബ് വന്നിട്ട് നേരെ ഒരു അടവ് മാറ്റി വെച്ചു. യേശുവിന്റെ ഒരു 10 കാര്യം പറഞ്ഞാൽ പറയാം, അതാ റിലേറ്റീവ് ആർഗ്യുമെന്റ്. ഞങ്ങളുടെ കാര്യം പറഞ്ഞാലേ നിങ്ങൾക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. അതിന് നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാനൊരു ഒത്തുതീർപ്പിലെത്തി. ഞാൻ പറയാം, നിങ്ങളും പറയണം, ഞാനും പറയണം. ഒന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ പറയണം. ഒന്നാമതായിട്ട്, യേശു ചെറിയ കുഞ്ഞുങ്ങളെ എങ്ങനെ കണ്ടു? അത് ധാർമ്മികതയുടെ ഒരു പാഠമാണ്. എന്നിട്ട് ഞങ്ങൾ ഒന്നൊന്നായിട്ട് യേശു കൊച്ചുകുട്ടികളെ കണ്ട രീതി, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവി, ഇത് ഓരോന്നോരോന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ല. മുഹമ്മദ് കൊച്ചുകുട്ടികളെ എങ്ങനെ കണ്ടു? മുമ്പ് പറഞ്ഞ ഹുസൈനോട് എങ്ങനായിരുന്നു, ഉമ്മുഭാബിയോട് എങ്ങനെയായിരുന്നു, അങ്ങനെ കൊച്ചുകുട്ടികളോട് മുഹമ്മദ് എങ്ങനായിരുന്നു, പെൺകുട്ടികളോട് എങ്ങനായിരുന്നു, ആൺകുട്ടികളോട് എങ്ങനെയാണ് പറ. അവിടെ മദനി പൊളിഞ്ഞുപോയി. പൊളിഞ്ഞു പോയിട്ട് പിന്നെ എന്ത് പറയാനാണ്? നിങ്ങൾ പറയൂ. പിന്നെ യേശുവിന്റെ വിഷയത്തിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ക്രൈസ്തവ സഹോദരന്മാര് സോഹനെ വിമർശിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം സോഹൻ ഒരു സാധാരണ മുസ്ലിമാണ്, മദ്രസയിലൊക്കെ പഠിച്ച കാര്യം ശരിയാണെന്ന് ഓർത്ത് തെറ്റ് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു എളിയ സഹോദരനാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രോബ്ലം ഇത്രേ ഉള്ളൂ, അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയണമെങ്കിൽ പൂർവ്വസൂരികൾ മുന്നമേ പോയവർ കാട്ടിയൊരു മാതൃകയുണ്ട്. അതെന്തെന്നാണ്? മുഹമ്മദിനെ പറ്റി പറയൂ, ബൈബിളിലേക്ക് വരാതെ രക്ഷയില്ല. ഗുണം പറഞ്ഞാലും ദോഷം പറഞ്ഞാലും അവർക്ക് ബൈബിളിലേക്ക് വരണം, രക്ഷയില്ല. അതിൽ നിന്നുകൊണ്ട് മാത്രം പറയുന്ന നമ്മുടെ ശീലം ഇവർക്ക് ഇതുവരെ ശീലിച്ചിട്ടില്ല, ശീലിക്കാൻ പോകുന്നില്ല. അതിന്റെ കാരണം അവരുടെ കുഴപ്പമല്ല, അവർക്ക് മുഹമ്മദിലോ സഹാബിമാരിലോ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ക്വാളിറ്റിയുള്ള ഒരാളിനെ എടുത്തു വെക്കാൻ ഇല്ല ഇല്ല ഇല്ല. 1400 വർഷത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ യോഗ്യനായ മനുഷ്യത്വമുള്ള ധാർമ്മികത ഉയർത്തിപ്പിടിച്ച ഒരാളെയും ഉയർത്തിപ്പിടിക്കാൻ അവർക്കില്ല. ഉണ്ടെങ്കിൽ അവർ ആ വ്യക്തിയെ ഒന്ന് പറഞ്ഞാട്ടെ, ഏതൊരു വ്യക്തി, ഇതാണ്ട് ഈ വ്യക്തി. ഇനി മുഹമ്മദിനെ അങ്ങ് വിട്ടേക്കാം, തൽക്കാലം അങ്ങ് വിടാം, ബാക്കി ആളുകളെടുക്ക്, യാതൊരു രക്ഷയില്ല. അപ്പൊ ഇങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഇവർ ആശ്രയിക്കുന്ന 2-3 കാര്യമുണ്ട്. ഒന്ന് ഗവൺമെന്റിൽ, 2 പൊതുജനങ്ങളെ അനുകൂലമാക്കി മാറ്റുക. ഖുറാൻ ഒന്നും പഠിക്കാത്ത സാധാരണ മനുഷ്യരുണ്ട്, അവർ പ്രവാചകൻ വലിയ മനുഷ്യരാന്നോർത്ത് ഹിന്ദുക്കളും ക്രിസ്ത്യാനിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ അവർ പറയും, നിങ്ങൾ എന്തിനാണ് അവരുടെ പ്രവാചകനെ അതും ഇതൊക്കെ പറയുന്നത്? അവർക്കറിയത്തില്ല ഇത് ഇവരെ പ്രവാചകൻ കാട്ടിയ കുരുത്തക്കേടാണ്, അത് ഹദീസിലുള്ള കാര്യമാണ്, ഖുറാനിലുള്ള കാര്യമാണ്, ഇത് ഇവർക്കറിയത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ ജനവികാരം തിരിച്ചുവിടുക. 2, അടുത്തത് ഇരവാദം മുഴക്കി കരഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ സോഹനിൽ നിന്നും ആ വാക്ക് വന്നു. ഇങ്ങനെ ഗിബോർ തെറി പറഞ്ഞു. ഗിബോർ എവിടാ തെറി പറഞ്ഞേ? വാസ്തവത്തിൽ ഗിബോർ തെറി പറഞ്ഞിട്ടുണ്ട്, അതൊരു സത്യമാണ്. കാരണം ഹുസൈന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് പോയാൽ കൊള്ളാമെന്ന് തോന്നി. കാരണം ഈ ലീ ഒക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഇച്ചിരി പ്രയാസമുണ്ട് അത് കേൾക്കാൻ. ഞാൻ കൊണ്ട് വിട്ടുപോകാൻ ശ്രമിച്ചപ്പോഴാണ് എന്റെ പേര് വിളിച്ചത്. അപ്പൊ തെറിയാണെന്ന് വെച്ചാൽ തെറി തന്നെയാണ്, പക്ഷേ ഇത് ഒരുത്തൻ കാണിച്ച വൃത്തികേടാണ്. അതിനെ എങ്ങനെ ഞങ്ങൾ പിന്നെ എങ്ങനെ പറയണം? സുഹൃത്തെ പറ, ഇങ്ങനെ കാണിച്ച ഈ കൊള്ളരുതായ്മകളെ ഏത് ഭാഷയിൽ സംസാരിക്കണം? നിങ്ങൾ പറയൂ, നിങ്ങളെന്ന് പറ, ഞങ്ങൾ ഇത് എങ്ങനെ പറയണം? ഞങ്ങൾ ഈ ആയിഷ വിവാഹമോ 33 വയസ്സ് 33 അധ്യായത്തിൽ കാണുന്ന, ഖുറാനിൽ കാണുന്ന മരുമകളെ അടിച്ചു മാറ്റുന്ന വിഷയങ്ങളോ അള്ളാഹുവിന്റെ ഏർപ്പാടുകളോ എങ്ങനെ കാണണം? നിങ്ങൾ കുറെ വ്യാഖ്യാനം പറഞ്ഞാൽ അത് കാണാൻ സാമാന്യ യുക്തിക്ക് പറ്റില്ല. ഒരു ചെറിയ എക്സാമ്പിൾ ഇതിന് പറയാം. എന്താണ് നിങ്ങൾ പറയുന്നത്? അക്കാലഘട്ടത്തിൽ പലരും ഈ പ്രവൃത്തി ചെയ്തിരുന്നു. ഏതായി കൊച്ചുകുട്ടികളെ പലരും ഇത് ചെയ്തിരുന്നു. പലരും അല്ലല്ലോ ഇദ്ദേഹം എക്കാലഘട്ടത്തിലുള്ള മനുഷ്യരാശിക്ക് വന്ന പ്രവാചകനാണെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? അത് പിൻവലിച്ചാൽ മതി. ഇതിൽ ഒന്ന് പിൻവലിക്കേണ്ടി വരും. 2, ഇയാളല്ല ഇത് ചെയ്യുന്നേ. ആരാ ഇത്? ഇത് മുഹമ്മദിന്റെ ഇൻട്രസ്റ്റിൽ മുഹമ്മദ് ചെയ്യുകയാണെന്ന് ഞങ്ങൾ കരുതുന്നേ ഇല്ല. അങ്ങനെ ക്രിസ്ത്യാനിക്ക് അഭിപ്രായമില്ല. മുഹമ്മദിന് അങ്ങോട്ട് പോയപ്പോ ഈ പെണ്ണിനോടൊരു താല്പര്യം തോന്നിയാന്നല്ല പറയുന്നത്. അള്ളാഹു ആണ് ഇതിലെ വില്ലൻ. അള്ളാഹു ആണ് പറയുന്നത് ഈ പെണ്ണിനെ കെട്ടണമെന്ന്. കഴിഞ്ഞ ദിവസം സ്വപ്നം കാണിച്ചിട്ട് ഈ പട്ടിനകത്ത് പൊതിഞ്ഞ് ഈ പെണ്ണിന്റെ ദർശനം കാണിച്ചിട്ട് പാവം മുഹമ്മദിനെ എന്തിനു പറയണം? മുഹമ്മദ് എന്ത് ചെയ്തു? മുഹമ്മദ് ഒരു തെറ്റുകൂടെ ചെയ്തിട്ടില്ല എന്റെ വീക്ഷണത്തിൽ. കാരണം അള്ളാഹു എക്കാലഘട്ടത്തിലുള്ള ആളാണല്ലോ. അള്ളാഹു ഏതായാലും ഗോത്രവർഗത്തിലുള്ള അല്ലെന്ന് നിങ്ങൾക്കറിയാലോ. അള്ളാഹു ഏതായാലും ശൈശവ വിവാഹം ചെയ്ത ആളല്ലല്ലോ. അംബേദ്കറിന്റെ കാര്യം പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അന്നത്തെ 19-ാം നൂറ്റാണ്ട് വരെ ഇങ്ങനെ ശൈശവ വിവാഹം നിലനിന്നു എന്ന് പറയുന്ന പക്ഷത്ത് വരത്തില്ലല്ലോ. അള്ളാഹുവിന് വിവരം ഉണ്ടല്ലോ. അള്ളാഹു എന്തിനീ പണിക്ക് കൂട്ടുന്നു? ആണ് നിങ്ങൾ പറഞ്ഞ ന്യായം വിജയിക്കുമോ? എന്തിനായി പറഞ്ഞ 200 ഹദീസ് ലോകത്തിന് സംഭാവന ചെയ്തെന്ന്? എന്താ കുറെ കൂടി പ്രായമുള്ളൊരു പെണ്ണ് വന്നാൽ ഹദീസ് എവിടെയെങ്കിലും തടഞ്ഞിരിക്കുമോ? ഹദീസ് ഇങ്ങോട്ട് കിട്ടത്തില്ലേ? അപ്പൊ ഈ കൊച്ചു പെണ്ണിനെ കൊണ്ട് ലൈംഗികജന്യമായ കാര്യങ്ങൾ ഒരു മുതുകിളവന്റെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കി വിടാൻ പാകത്തിന് ഇവളെ പട്ടിപ്പൊതിഞ്ഞ ദർശനം കാണിച്ച അള്ളാഹു ആണ് ഇവിടുത്തെ വില്ലൻ. ഞാൻ ഉറപ്പിച്ച് തന്നെ പറയും. കാരണം മുഹമ്മദ് അവിടെ നിൽക്കട്ടെ. മുഹമ്മദിനല്ലായിരുന്നു ഇൻട്രസ്റ്റ്, അള്ളാഹുവിലായിരുന്നു ഇൻട്രസ്റ്റ് എന്ന് കൃത്യം നിങ്ങൾ തന്നെ പ്രസംഗിക്കുന്നു. നിങ്ങൾ ഇത് എങ്ങനെയൊക്കെ പോയി പറഞ്ഞു വെച്ചാലും കുറെ വിജയിച്ചു വരുമ്പോൾ ഇപ്പുറത്ത് അത് പൊട്ടും. ഇനി അപ്പുറത്ത് ചെല്ലുമ്പോൾ ഒന്നീ മുഹമ്മദ് ശ്രീലംബടനാകും, അല്ലെങ്കിൽ അള്ളാഹു വിവരദോഷിയാവും. ഇത് രണ്ടും അല്ലാതെ ഈ കളി ഇവിടെ വിജയിക്കില്ല. അതുകൊണ്ട് സോഹനെപ്പോലുള്ള ആളുകൾ ഞങ്ങളോട് സംസാരിക്കാൻ വരുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, നിങ്ങൾ ബൈബിൾ എടുത്തോളൂ, നിങ്ങൾക്ക് അതേ പറ്റൂ.
നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനൊന്നും വ്യാഖ്യാനിച്ചുകൊണ്ട് വരാനേ നിങ്ങൾക്ക് പറ്റൂ. അതും അതിന്റെ ബേസിൽ തകർന്നു പോകും. കാരണം ഞങ്ങൾ ഉടനെ ചോദിക്കും, സോഹന്റെ അഭിപ്രായം എന്തെന്ന് മുഹമ്മദിന് ഇല്ല. ഉത്തരം തീർന്നു. നിങ്ങൾക്ക് അതിനപ്പുറത്ത് പോകാൻ പറ്റില്ലല്ലോ. മുഹമ്മദിലെ ഏറ്റവും വലിയ വിവരമുള്ള ആളെന്ന് മുഹമ്മദ് തന്നെ പറയുന്നുണ്ട്. മുഹമ്മദ് പറഞ്ഞതിനപ്പുറത്ത് അക്ബർക്ക് എന്ത് കാര്യം? മുഹമ്മദ് പറഞ്ഞതിന്റെ അപ്പുറത്ത് ബാലുശ്ശേരിക്ക് എന്ത് കാര്യം? സോഹൻ എന്ത് കാര്യം? മുഹമ്മദ് പറഞ്ഞിട്ടില്ല, അള്ളാഹ് പറഞ്ഞിട്ടില്ല, ഈ കിതാബിലൊന്നും കാണാത്തൊരു കാര്യം നിങ്ങൾ പുതുതായിട്ട് പറഞ്ഞുകൊണ്ട് വന്നാൽ അത് സസ്റ്റെയിൻ ചെയ്യില്ല. ഞാൻ തൽക്കാലം നിർത്തുന്നു. സോഹനോ ആർക്കെങ്കിലും മറുപടി പറയാം. ഹലോ ഹലോ ഞാൻ പറയട്ടെ. ഈ അനിൽ താങ്ക് ബ്രദർ യു അനിൽ പാസ്റ്ററെ. ആരാണ് മൈക്ക് എടുത്തത്? ഞാൻ മുസ്തഫ സോഹനുള്ള ഉത്തരം ഒന്ന് പറയട്ടെ ചെറുതായിട്ട്. ജോഹനില്ല. അല്ല സോഹൻ അല്ല താഴെയുണ്ട്. പുള്ളി പറഞ്ഞ ഒരു ഹദീസ് ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ ഒരു ഹദീസ് ഉണ്ടായിരുന്നു, അൽ അദബ് അൽ മുഫ്രദ്. അത് ആക്ച്വലി ഈസ് നോട്ട് എ ബിലീവർ whose stomach is filled while his neighbor goes hungry. അത് ഈ നെയ്ബർ എന്ന് പറഞ്ഞ ആരാണ്? അത് ഒരു വിശ്വാസിയാണ്, അല്ലാതെ അവിശ്വാസിയല്ല. എന്തെന്ന് വെച്ചാല് ഇവരുടെ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ ഹലോ സോഹൻ പ്ലീസ്. സോഹൻ എന്താ സോഹൻ ഇത് ഇടയ്ക്ക് കയറും? സോഹന് സംസാരിക്കാൻ ഇഷ്ടംപോലെ സമയം തന്നതല്ലേ ഞങ്ങള്. സോഹൻ ഇടയ്ക്ക് കയറാതെ പ്ലീസ്. നിങ്ങൾ ഈ വിഗ്രഹാരാധികളുടെ ഇടയിൽ ജീവിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിമും വിഗ്രഹാരാധികൾ ജീവിക്കരുത്, ബഹുദൈവ ആരാധികൾക്ക് ഇടയിൽ ജീവിക്കരുത് എന്ന് പറഞ്ഞ് മുഹമ്മദ് ഹദീസ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ നെയ്ബർ എന്ന് പറയുന്നത് ഇവരുടെ ഇസ്ലാമിലെ നെയ്ബറാണ്, അല്ലാതെ ബഹുദൈവ വിശ്വാസികളോ അല്ല വേറെ മതത്തിലുള്ള വിശ്വാസികൾ അല്ല. ഇവർ തമ്മിൽ നല്ല സ്നേഹമായിരിക്കണമെന്നാണ് മുഹമ്മദ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ബഹുദൈവ വിശ്വാസികളോ. എന്തെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ബ്ലഡ് മണി ഒരു വിശ്വാസി മറ്റൊരു അവിശ്വാസിയെ കൊന്നാൽ ബ്ലഡ് മണി എന്ന് പറയുന്നത് ഹാഫാണ്. അപ്പോൾ അവിടെ തന്നെ ഒരു വിവേചനം ഉള്ളപ്പോൾ എങ്ങനെയാണ് ഇവര് അവിശ്വാസിയായ നെയ്ബറിനെ സ്നേഹിക്കുന്നത്? അവിടെ തന്നെ അപ്പോൾ തന്നെ ആ കോണ്ടെക്സ്റ്റിൽ നമുക്ക് മനസ്സിലാകാം അതൊരു ബിലീവറിനെ കുറിച്ചാണ് ആ ഹദീസിൽ പറഞ്ഞിരിക്കുന്നത്. അതെ ജിബോ ബ്രദറെ, സക്കാത്ത് പോലും വിശ്വാസികൾക്കാണ്, മുസ്ലിങ്ങൾക്കാണ്, പുറത്തുള്ളവർക്കല്ല. ഇതെല്ലാം ഭയങ്കര കള്ളങ്ങളാണ്. ഈ സക്കാത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞങ്ങൾ സക്കാത്ത് കൊടുക്കുന്നു, നല്ല നല്ല ജീവിതം. സക്കാത്ത് കൊടുക്കുന്നത് പോലും മുസ്ലിങ്ങൾക്കാണ്, വിശ്വാസികൾക്കാണ്, പുറത്തുള്ളവരല്ല. അപ്പൊ ഈ പറഞ്ഞ അയൽവാസി എന്ന് പറഞ്ഞ മുസ്ലിമിനാണ്, ബാക്കിയുള്ളവരെ ഓടിച്ചു വിടണം തന്നെ പറയുന്നത് ഖുറാനും ഹദീസുകളും. അപ്പൊ ഈ പറയുന്നത് ഈ പൊതുജനത്തിന്റെ മുമ്പിൽ കേൾക്കുന്ന കള്ളങ്ങൾ കേൾപ്പിക്കാൻ വേണ്ടി പറയുന്ന കള്ളങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ അബുദാബുദ് ഹദീസ് 40 ഒരു നിമിഷം ബ്രദർ, അല്ല ഒരു നിമിഷം അബുദാബുദ് 40 വർഗീസ് പച്ചക്കള് പറ കേട്ടാ. ചെയ്യൂ. കുറെ നേരം ഒരു നിമിഷം സംസാരിക്കട്ടെ. പ്ലീസ് ഇടയ്ക്ക് കയറല്ലേ. ഇനി നമ്മളൊരു ഒരാൾ കഴിഞ്ഞ് സോഹനിലോട്ട് പോവാണ്. അപ്പം സോഹൻ ഏതായാലും നമുക്ക് സന്തോഷിക്കാം. നമ്മള് ഈ ഒരു റെഫറൻസിന് വേണ്ടി കുറെ വർഷങ്ങളായി കാത്തിരിക്കുമായിരുന്നു. സോഹൻ ഇപ്പൊ എവിടുന്നോ തപ്പിയെടുത്തുകൊണ്ട് വന്നു. ഇബൻ അബ്ബാസ് അബ്ദുൽ അബ്ദുൽ എന്നൊക്കെ പറഞ്ഞെടുത്തോണ്ട് വന്നു. ഓക്കെ, അപ്പൊ സോഹൻ അവിടെ ഒരു ചോദ്യമുണ്ട്. സോഹൻ വായിച്ച് ഞങ്ങൾ കേട്ടു. അപ്പൊ ഒരു ചോദ്യം എനിക്കുള്ളത്, ഇപ്പോ നമ്മൾ ഖുറാനും ഹദീസും വായിക്കുമ്പോൾ ഖുറാന് എതിരായിട്ടാണ് ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ സോഹൻ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ ഏതാണ് സ്വീകരിക്കുക? ഖുറാൻ സ്വീകരിക്കുവോ അതെയോ ഹദീസ് സ്വീകരിക്കുവോ? സോഹൻ ഉത്തരം പറയോ? സോൾജർ ബ്രദറിന്റെ ഉത്തരം ഞാൻ പറയാം. എനിക്ക് അനിൽ പാസ്റ്ററോട് ഇവിടെ ചോദ്യം ചോദിക്കാനുണ്ട്. സോൾജർ ബ്രദറെ, നമ്മൾ വലിയ ആൾക്കാരെ ബഹുമാനിക്കണ്ടേ? അവർ പറഞ്ഞ കാര്യത്തിനോട് ഞാനൊന്ന് പ്രതികരിച്ചോട്ടെ. അനിൽ പാസ്റ്റർ, അത് ഞാൻ സോഹന് ഞാൻ 2-3 മിനിറ്റ് തരാം, ഒരു കുഴപ്പമില്ല. സോഹൻ കേൾക്കൂ, എന്റെ പ്രതികരിച്ചത് സോൾജർ വർത്താനം ഡൈവേർട്ട് ചെയ്യാണ്. അത് പറ്റില്ല സോൾജർ, എനിക്ക് സംസാരിക്കണം. വർത്താനം ഡൈവേർട്ട് ചെയ്യാണ് സോൾജർ. സോഹൻ കേൾക്കൂ പ്ലീസ്. ഞാൻ അനിൽ പാസ്റ്ററുടെ മറുപടി കൊടുക്കാനായിട്ട് സോഹൻ 2-3 മിനിറ്റ് തരാം. ഇതിപ്പോ സോഹൻ ഞങ്ങൾക്ക് റെഫറൻസ് കൊണ്ടു തന്നു, മുഹമ്മദിന്റെ ധാർമ്മികത എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഈ ഖുറാനിന് എതിരായിട്ട് ഹദീസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതാണ് തള്ളുക? ഖുറാൻ തള്ളുമോ ഹദീസ് തള്ളുമോ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച്?
ഇല്ല, സോൾജർ ബ്രദർ ഒരേ നിമിഷം. അദ്ദേഹം പറഞ്ഞ ആ ഹദീസിൽ അതിന്റെ കൂടെ വേറൊരു ഹദീസ് ഇരിക്കണം, അബുദാബുദ് 48:32. ആ ഹദീസില് മുസ്ലിങ്ങൾക്ക് മാത്രം തന്നെ ഇവർ വന്ന് ഭക്ഷണം കൊടുക്കണം, മറ്റവർക്ക് കൊടുക്കരുത്, അങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അബുദാബുദ് 48:32 ഹദീസിലിരിക്കണം. ഇത് സോൾജർ തന്നെ ഓക്കെ 48 അദ്ദേഹം സോൾജർ അവസാനം സോൾജർ വെക്കുന്നത്. ഓക്കെ സോൾജർ അപ്പോ യേശു ദൈവമല്ല എന്ന വാക്യം ബൈബിളുണ്ടായിരുന്നു നിങ്ങൾ തള്ളിക്കളയുമ്പോ? എന്റെ പൊന്ന് കെ എൽ ഒന്നും മിണ്ടായിരിക്കും കെ എൽ പ്ലീസ്. കെ.എല്ലിനെ കൊണ്ട് തോറ്റല്ലോ, എന്തൊരു കഷ്ടമാണെന്ന് പറയുന്നത്. ഇവിടെ മാന്യമായ ചർച്ച നടക്കുമല്ലേ? അപ്പൊ സോഹൻ എന്റെ ചോദ്യം സോഹൻ ശ്രദ്ധിച്ചിരുന്നോ? പ്ലീസ് സോഹൻ എന്റെ ചോദ്യം ശ്രദ്ധിച്ചിരുന്നോ? സോൾജറിന് ചോദ്യം ഉത്തരം പറയാൻ എനിക്ക് ഒരുപാട് സമയം ഇനിയുണ്ട്. ഞാൻ ഇവിടെ നിൽക്കും. എനിക്ക് അനിൽ പാസ്റ്ററോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആരും കേൾക്കുന്നില്ല. മോഡറേറ്റർ അല്ല അദ്ദേഹത്തെ ഒന്ന് ബഹുമാനിക്കൂ. സോഹൻ സംസാരിക്കൂ, കേക്കട്ടെ. സോഹൻ സംസാരിക്കൂ. താങ്ക് യു. അനിൽ പാസ്റ്റർ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ആരും വേറെ ആരും മൈക്കെടുക്കണം നിർബന്ധമില്ല. ഈസ് എ വെരി എന്താണ് കമ്പോസ്ഡ് ആയിട്ടും എല്ലാ കാര്യങ്ങളും പറയാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ചോദിക്കട്ടെ, അനിൽ പാസ്റ്ററോട് പറഞ്ഞു ആയിഷയുടെ കല്യാണം അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ കല്യാണമൊക്കെ സംബന്ധിച്ച് അത് മുഹമ്മദിന്റെ പ്രശ്നമല്ല, അത് ദൈവത്തിന്റെ പ്രശ്നമാണ്. അത് ഏകദേശം ഞാനത് അംഗീകരിക്കുന്നു. അത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് പല വിവാഹങ്ങൾ നടന്നതും കാര്യങ്ങളൊക്കെ. അതിൽ ധാർമ്മികത ഒന്നുമില്ല, അത് ഒരു അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണെന്നാണ് പറഞ്ഞത്. ഞാൻ അനിൽ പാസ്റ്ററോടൊന്ന് തിരിച്ചു ചോദിക്കുന്നു, ഇപ്പം യേശു ക്രിസ്തു ഇവിടെ ജനിക്കാൻ വേണ്ടി ഒരു വിവാഹം നിശ്ചയിച്ച അല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞ ജോസഫിന്റെ ഭാര്യയെ തന്നെ ദൈവം അങ്ങനെ തെരഞ്ഞെടുക്കാൻ എന്ത് ധാർമ്മികതയാണുള്ളത്? ആ ഒരു സ്ത്രീയെ അദ്ദേഹത്തിന് ഒരു സ്വപ്നത്തിൽ കൂടെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇത് ദൈവത്തിന്റെ ഒരു വൃത്തികെട്ട സ്വഭാവമല്ല? അവിടെ എത്രയോ കല്യാണം കഴിക്കാത്ത എത്രയോ സ്ത്രീകൾ ഉണ്ടായിരുന്നു, അടയാളങ്ങളായിട്ട് ആ സമൂഹത്തിന് എന്തൊക്കെയോ ചെയ്തു കൊടുക്കായിരുന്നു. ദൈവം വലിയവനല്ലേ, എല്ലാ കഴിവുള്ളവനാണ്. ഈ ഒരു കല്യാണം കഴിച്ചൊരു സ്ത്രീനെ തന്നെ ഇതുപോലെ ഒരു ബലാത്കാരമായിട്ട് ഒരു ഗർഭം ധരിക്കുകയാണ്. എന്ത് ധാർമ്മികതയാണ് നിങ്ങളുടെ ദൈവത്തിനുള്ളത്? ഓക്കെ, താങ്ക് യു. സോഹൻ മുട്ടിയത്. അനിൽ പാഷ ഓക്കെ, അനിൽ പാഷ മറുപടി കൊടുത്തോളൂ. അതിനുശേഷം സോഹൻ ഇവിടെ ചോദിച്ച ചോദ്യത്തെ ഫോക്കസ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഓക്കെ, അനിൽ പാഷ മറുപടി പറഞ്ഞു. അതായത് ആദ്യം താങ്കൾ പറഞ്ഞതിൽ ഒരു തെറ്റ് പറയാം. കല്യാണം കഴിഞ്ഞിട്ടില്ല. അതായത് ഈ ഇസ്രയേലിലെ വിവാഹ രീതി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. തീരെ ചെറുപ്പക്കാരായ കുട്ടികളെ പുരുഷന്റെ പ്രായം ഏതാണ്ട് ഒരു 13-14 വയസ്സ്, പെണ്ണിന്റെ പ്രായം അവനേക്കാൾ അല്പം താഴെ. ഈ ടൈമിലാണ് അവരുടെ വിവാഹ നിശ്ചയം. ആ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് വിവാഹം നടക്കുന്നത് വർഷങ്ങൾ കഴിഞ്ഞാണ്. അപ്പൊ ഈ പയ്യൻ സ്വന്തം കാലം നിൽക്കാൻ പ്രാപ്തനാകണം, അവൻ സ്വന്തമായി വീടുണ്ടാക്കണം. നിങ്ങൾ പോയിട്ട് ബൈബിൾ ജിയോഗ്രഫി ആൻഡ് കസ്റ്റംസ്, ബൈബിളിന്റെ ബൈബിൾ കാലത്തെ മനുഷ്യന്റെ ജീവിത രീതിയും സംസ്കാരവും എന്ന് പറഞ്ഞ പഠനങ്ങളുണ്ട്. ഭയങ്കര ശാസ്ത്ര മേഖലയുണ്ട് അവിടെ. അതിൽ യഹൂദന്മാരുടെ ജീവിത രീതിയാണ് ഈ പറഞ്ഞു വന്നത്. വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ കല്യാണം എപ്പോൾ നടത്തുമെന്ന് വരന്റെ പിതാവിന്റെ മാത്രം നിശ്ചയമാണ്. ആ ടൈമിലേ നടത്തുള്ളൂ. അപ്പൊ ഇവര് വിവാഹം നിശ്ചയിച്ചിട്ട് പിരിയാണ്. വിവാഹം നിശ്ചയിച്ചിട്ട് പിരിഞ്ഞ ഈ ആളുകള് വിവാഹം നടക്കാം, നടക്കാതിരിക്കാം, ഇതിനെല്ലാം ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏത് പെൺകുട്ടിയും അപ്പോൾ ആ പ്രായം എത്തുമ്പോഴേക്കും വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കും. മനസ്സിലായോ? അല്ല തീരെ കന്യകയല്ലാത്തൊരു പെണ്ണിനെ അല്ല ഇങ്ങനെ വിവാഹത്തിന് വേണ്ടി വേർതിരിക്കുന്നത്. അപ്പൊ ഒരാളുടെ എന്താ പറയുക, ആ പെൺകുട്ടി നമ്മളെ മലയാള ഭാഷയിൽ പറഞ്ഞ വയസ്സറിയിച്ചാൽ അടുത്ത ഘട്ടം കല്യാണത്തിന് അവള് പ്രാപ്തിയായി. ആ കുട്ടിയുടെ വിവാഹം നിശ്ചയിച്ചിടാം. ആ നിശ്ചയിച്ച വിവാഹം നടക്കാതിരിക്കാം. കാരണം ലോങ് ടൈം എടുക്കും. വരന്റെ മരണത്താൽ, അതല്ലെങ്കിൽ ഈ പെൺകുട്ടി വഴിതെറ്റിപ്പോയാൽ, ആൺകുട്ടി വഴിതെറ്റിപ്പോയാൽ ഒക്കെ ഈ കല്യാണം നടക്കാതിരിക്കാം. അപ്പോൾ അവിടെ കന്യക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പുരുഷൻ തൊടാതിരിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ. മിക്കവാറും 99% കല്യാണം നിശ്ചയം ചെയ്തവരാണ്. ഇനി യോസേഫിലേക്ക് വരാം. ഈ യോസേഫ് ആരാന്ന് പഠിക്കുക. അപ്പൊ നിങ്ങളുടെ എല്ലാ സംശയവും മാറും. കാരണം യോസേഫ് ദാവീദിന്റെ ആ ക്ലാനിൽപ്പെട്ട ആളാണ്. ആ ക്ലാൻ എന്ന് ഉദ്ദേശിക്കുന്ന ട്രൈബ്, ആ ക്ലാനിൽ നിന്നാണ് യോസേഫ് വരുന്നത്. യേശുവിനെ ദാവീദ് പുത്ര എന്ന അഭിസംബോധന യാഥാർത്ഥ്യമാകണമെങ്കിൽ യോസേഫിന് നിശ്ചയം ചെയ്ത പെണ്ണിൽ തന്നെ ക്രിസ്തു പിറക്കണം. എങ്കിലേ ജഡപ്രകാരം യോസേഫ് ആരുടെ മകനാണ്? ദാവീദിന്റെ മകനാണ്. ആ ട്രഡീഷൻ പഠിച്ചാൽ മനസ്സിലാകും. രൂത്തിന്റെ പുസ്തകം തീരുന്ന ഇടത്ത് ഉത്തരം കിടപ്പുണ്ട്. ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു, ഇശായി ദാവീദിനെ ജനിപ്പിച്ചു, ദാവീദ് ശലോമോന്റെ ആ തലമുറയിലാണ് യോസേഫ് ജനിക്കുന്നത്. അപ്പോ വാസ്തവത്തിൽ അധികാരമുള്ള കാലമായിരുന്നെങ്കിൽ അന്ന്
അവർ കഴിയുന്നത് റോമിലാണ്, റോമൻ സാമ്രാജ്യത്തിന് കീഴിലാണ്. അധികാരമുള്ള കാലത്താണെങ്കിൽ യോസേഫിന്റെ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കേണ്ട ആള് തന്നെയാണ് യോസേഫ്. അപ്പൊ രാജകുലത്തിലെ പിറവി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻഡായ ലൈഫാണ്. ഇനി അടുത്തൊരു കാര്യം കൂടെ നിങ്ങൾ പഠിക്കണം. യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ വ്യാഖ്യാനിച്ചെടുക്കുകയല്ല ഞങ്ങൾ ചെയ്യുന്നത്. അതെല്ലാം ഫോർടോൾഡ് ആൻഡ് പ്രെഡിക്റ്റഡ് ആണ്, മുൻകൂട്ടി പറഞ്ഞവയാണ്. അല്ലാതെ വന്ന വഴിക്കൊരു പ്രവാചകൻ അയക്കാം എന്ന് കരുതി ഒരു സംഭവം കഴിഞ്ഞിട്ട് വ്യാഖ്യാനിക്കുകയല്ല. മനസ്സിലായിക്കോണം. അപ്പം ഞാനത് നമ്മളൊരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു കാര്യം പറയാം താങ്കളോട്. ഈ സയ്യിദിന്റെ കല്യാണം നിങ്ങൾ പറഞ്ഞല്ലോ, ഈ സയ്യിദിന്റെ കല്യാണം സൈനബിനെ കെട്ടുമ്പോൾ ഇത് ഞങ്ങളൊക്കെ വിശ്വസിക്കാമായിരുന്നു. എപ്പോഴാണെന്നറിയണ്ടേ? അള്ളാഹു മുൻകൂട്ടി പ്രവചിച്ചിരുന്നെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ മുഹമ്മദ് ഇങ്ങനെ പ്രവചിച്ചിരുന്നെങ്കിൽ. കേൾക്കാന് മുഹമ്മദ് പ്രവചിക്കുന്നില്ല, സംഭവിച്ചു കഴിഞ്ഞ് വ്യാഖ്യാനിച്ചൊപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. മുഹമ്മദിന്റെ ഏത് കാര്യവും മുൻകൂട്ടിയുള്ള പ്രവചനപ്രകാരം നടക്കല്ല. മുഹമ്മദ് ഈ തെറ്റ് ചെയ്ത ശേഷം അതിൽ ഉരുളുക ചെയ്യുന്നത്. എന്നാൽ യേശുവിന്റെ ജനനം കന്യകയിലാകണം, പ്രവാചകൻ പ്രവചിച്ചു. യേശു ജനിക്കേണ്ട സ്ഥലം ബേദലഹേമിലാകണം, പ്രവാചകൻ 700 കൊല്ലം മുമ്പ് പ്രവചിച്ചു. യേശുവിന്റെ ജനനം അത് ദാവീദിൻ കുലത്തിലായിരിക്കണം, പ്രവാചകൻ വർഷങ്ങൾക്കപ്പുറത്ത് പ്രവചിച്ചു. അങ്ങനെ യേശുവിനൊപ്പം നടക്കുന്ന മത്തായി എഴുതി തെളിയിക്കുകയാണ് തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് സംഗതി വന്നു. എന്ത് ക്ലിയർ പ്രൂഫാണത്. അപ്പൊ താങ്കൾ ചോദിച്ച ചോദ്യത്തെ നേരെ അഡ്രസ് ചെയ്താൽ അതിങ്ങനെയാണ്. ഈ യോസേഫിന് നിശ്ചയിച്ച പെണ്ണാണ്, യോസേഫ് കെട്ടിയ പെണ്ണല്ല. മാത്രമല്ല അത് ഏതെങ്കിലും പ്രവാചകൻ വന്ന് യോസേഫിനോട് പറയല്ല, മറിയ തന്നെ ഞാൻ ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിച്ചു എന്ന് പറയല്ല. ദൈവത്തിന്റെ സന്ദേശം യോസേഫിനും ബോധ്യപ്പെട്ടു, കൃത്യം എഴുതിയിരിക്കുകയാണ്. അവളെ ചേർത്തുകൊള്ളുക, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളാൻ ശങ്കിക്കേണ്ട. അല്ലാതെ ഏതോ ഒരു പ്രവാചകൻ വന്നിട്ട് പറഞ്ഞൊപ്പിക്കുകയല്ല ചെയ്യുന്നത്. അവന് തന്നെ ഇമ്പിരിക്കലായ റിക്കഗ്നീഷൻ ഉണ്ടാക്കി കൊടുത്തു ദൈവം. ഇത് അങ്ങനെയില്ല. കാരണം ഇപ്പൊ ഇറാഖിന്റെ പുറത്ത് മുഹമ്മദ് പോയി, ആര് പറഞ്ഞു? മുഹമ്മദ്. ആര് വിശ്വസിച്ചു? ഈ അബൂബക്കർ സിദ്ദീഖ്. മുഹമ്മദിന്റെ സകല കേസിനും തെളിവില്ല, മുഹമ്മദിന്റെ പറച്ചിലൊഴികെ ഒന്നിനും തെളിവില്ല. ഒരു തേർഡ് പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നില്ല, പ്രമാണങ്ങളൊന്നും മുൻകൂട്ടി പറയുന്നില്ല, ഒരു പ്രവാചകനും മുൻകൂട്ടി സൂചിപ്പിക്കുന്നില്ല. അവിടെയാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. താങ്കൾ അത് ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാനും ചേർത്ത് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ ആ നയം സ്വീകരിക്കില്ല. നിങ്ങൾ എന്നോട് പറഞ്ഞത് ഒരു ദൈവമാണിത് കൊടുത്തത്, അത് ശരിയാകണമെങ്കിൽ ഇതെങ്ങനെ ശരിയാകും? ആ റിലേറ്റിവിറ്റി വരുമ്പോൾ റിലേറ്റിവിറ്റി തന്നെ തിരിച്ചു പ്രയോഗിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇത് പറയാൻ ഞാൻ ഖുർആനിലേക്ക് പോകുമായിരുന്നില്ല. താങ്കൾക്ക് ഞാൻ പറഞ്ഞ ഉത്തരം തൃപ്തിയായോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്രയാണ് എൻ്റെ കാര്യം. ദാവീദ് കുലത്തിൽ ക്രിസ്തു ജനിക്കണം. ഒരിക്കലും വിവാഹം കഴിഞ്ഞൊരു പെണ്ണല്ല, മറിച്ച് വിവാഹ നിശ്ചയം ചെയ്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് കാത്തിരിക്കുന്ന ഒരു പെണ്ണാണ്. അപ്പോൾ ആ പെൺകുട്ടിയിലേക്ക് വരാനുള്ള കാരണം അത് കൃത്യമായി ദാവീദ് കുലത്തിൽ ജനിക്കണം ക്രിസ്തു എന്നതുകൊണ്ടാണ്. അതിന് അല്ല എന്ന് വിചാരിക്കുക. അല്ല എങ്കിൽ സംഭവിക്കുന്നത് ഇങ്ങനെ അല്ല എന്ന് വെച്ചു, ദാവീദ് കുലത്തിലല്ല ക്രിസ്തുവിന്റെ ജനനം എന്ന് വരും. ദാവീദ് കുലത്തിൽ ജനിച്ചു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല എന്ന് വരും. അത് ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് മുൻകൂട്ടി പറഞ്ഞിട്ട് ഇതുപോലെ സംഭവിക്കുന്നത്. അതുകൊണ്ട് യോസേഫ് അവളെ ചേർത്തുകൊണ്ടു എന്ന് തന്നെ ബൈബിളിൽ കൃത്യം എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഒരു കാര്യം ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ, അതിനുശേഷം സോഹൻ ബ്രദർ മറുപടി പറഞ്ഞോളൂ. മറുപടി പറയാം. സോഹാന് സമയം തരാം. ഒരു മിനിറ്റ്. ഞാൻ അനിൽ പാസ്റ്റർ പറഞ്ഞ ഒരു കാര്യം കൂടെ പറയാം. അനിൽ പാസ്റ്ററെ, ഈ ഐഷയുടെ വിവാഹം 5 വയസ്സ് 8 മാസം ഉള്ളപ്പോഴാണ് മുഹമ്മദുമായിട്ടുള്ള 8 മാസം 10 മാസം കൊണ്ടുള്ളപ്പോഴാണ് മുഹമ്മദിനെ കല്യാണം കഴിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു റൂമിനകത്ത് സാക്ഷാൽ ഹാരിസ് മദനിയോട് ഈ ചോദ്യം ചോദിച്ചു, എന്താണ് അതിന്റെ കാരണം? അദ്ദേഹത്തിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു, പിന്നെ ഖദീജ മരിച്ചു. ഖദീജ മരിച്ചു കഴിഞ്ഞപ്പം പിന്നെ മറ്റേ പുള്ളി ആരാണ്, പിന്നെ സൗദയെ കെട്ടി. അങ്ങനെ ഭാര്യ ഉള്ളപ്പോൾ എന്തിനാണ് ഇത്രയുള്ളൊരു പിഞ്ചു കൊച്ചിനെ കെട്ടിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അള്ളാഹു ഉലഹത്താന പുള്ളിക്കാരന് സ്വപ്നത്തിൽ ദർശനം കൊടുത്തെന്ന് പറഞ്ഞു. സ്വപ്ന ദർശനം. അങ്ങനെ സ്വപ്ന ദർശനം കാണുന്നത് ഈ കൊച്ചിനെ പിന്നെ ഒരു പട്ടിനകത്ത് പൊതിഞ്ഞ് ഒരു ദൂതൻ കൊണ്ട് കാണിക്കുന്നു. ആ മുഖം കാണിക്കുമ്പോൾ അത് നിന്റെ മുഖമായിരുന്നു എന്നാണ് പറയുന്നത്. നോക്കിക്കോണം, ഇത് അള്ളാഹുവിന്റെ കല്യാണം ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ അബൂബക്കറിനോട് കൊച്ചിനെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹു പിന്നെ മുഹമ്മദ് രക്ഷപ്പെടാൻ വേണ്ടി അല്ലെ ആ കൊച്ചിനെ സ്വന്തമാക്കാൻ വേണ്ടി ഇറക്കിയ ഒരു തരികിട പരിപാടിയാണ് ഞാൻ ഇങ്ങനെ കണ്ടത്. ഇതിനകത്ത് ഇപ്പം ഇവിടെ ചോദിച്ചൊരു ധാർമ്മികത ചോദിക്കുമ്പോൾ ജോസഫ് മറിയെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ജോസഫിന് പ്രത്യക്ഷപ്പെട്ടിട്ടാണ് പറയുന്നത്, നീ അവളെ ഉപേക്ഷിക്കേണ്ട, പരിശുദ്ധാത്മാവിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്, അതൊരു ദൈവഹിതമാണെന്നുള്ള കാര്യം. അതിന്റെ പ്രശ്നം ഉണ്ടാകുന്നത് യോസഫിനായതുകൊണ്ട് യോസഫിന്. പക്ഷേ ഇവിടെ അബൂബക്കർ ചോദിക്കുന്നുണ്ട്, നീ എന്റെ സഹോദരനല്ലയോ, എന്റെ കൊച്ചിനെ നീ ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടെന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് പറയുന്നു, സ്വപ്നം ഞാൻ കണ്ടെന്ന്. സ്വപ്നം കാണിക്കേണ്ടത് അള്ളാഹുവിന് ധാർമ്മികത ഉണ്ടെങ്കിൽ
അബൂബക്കറിനെ കാണിക്കണമായിരുന്നു, നിന്റെ മകളെ കെട്ടിച്ചു കൊടുക്കണം. അല്ലെ അബൂബക്കറിന്റെ ഭാര്യയെ കാണിക്കണമായിരുന്നു, നിന്റെ മകളെ മുഹമ്മദ് എന്ന് പറയുന്ന 53 കെട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആയിഷ കൊച്ചിനെ കാണിക്കണമായിരുന്നു. ആയിഷ കൊച്ചും കണ്ടില്ല. എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചിനെ സ്വപ്നം കാണിച്ചിട്ട് കഥയില്ലല്ലോ. അപ്പൊ ഈ ധാർമ്മികത ഒന്നും കാണാതെ മുഹമ്മദ് കണ്ടു എന്ന് പറയുന്ന സ്വപ്നം, ഈ പറഞ്ഞ പോലെ ആരും കാണാത്ത മറ്റാരും കാണാത്ത സ്വപ്നം, ആ ഒരു കള്ളത്തരം കാണിച്ചാണ് ഐഷ എന്ന് പറയുന്ന 6 വയസ്സുകാരി ഇയാളെ കല്യാണം കഴിക്കുന്നത്. അന്നേരം ഓർക്കണം, 47 വയസ്സ് മുഹമ്മദിനുള്ളപ്പോൾ ഈ കൊച്ചു ജനിച്ചതേ ഉള്ളൂ. ഈ ജനിച്ച കൊച്ചിനെ മുഹമ്മദും മുഹമ്മദും മുഹമ്മദിന്റെ ഭാര്യയും ആരെങ്കിലും കാണാൻ പോയെങ്കിൽ, ഈ കൊച്ചിനെ കാണാൻ പോയല്ലോ, കൂട്ടുകാരന്റെ കൊച്ചു ജനിച്ചപ്പോൾ കാണാൻ പോയെങ്കിൽ, എന്താ പറയുന്നത്, ജനിച്ചു കിടക്കുന്ന കൊച്ചിനെ നോക്കി ഈ പുള്ളി ഇവളെ ഞാൻ സ്വന്തമാക്കും, അല്ലെ ഇതിനെ ഞാൻ കെട്ടുമെന്ന് പറഞ്ഞിട്ട് ആ സ്വപ്നമല്ലേ പിന്നീട് സ്വപ്നമായിട്ട് രൂപാന്തരപ്പെട്ടതും മുഹമ്മദ് ആ കൊച്ചിനെ സ്വന്തമാക്കിയതും. അതിനകത്ത് എന്ത് ധാർമ്മികതയാണ്? ഈ ധാർമ്മികതയും സോഹൻ ഇവിടെ ചോദിച്ച ധാർമ്മികത തമ്മിൽ എന്താണ് ബന്ധം? സോഹൻ ചോദിച്ചത് കല്യാണം കഴിച്ച ഒരു സ്ത്രീ, ഇപ്പം പിന്നെ അൽപാസ് അതിന് വിശദീകരണം കൊടുത്തു. അങ്ങനെയുള്ള ഒരു സ്ത്രീയിലൂടെ യേശു ജനിക്കുമെന്ന് പറഞ്ഞ ഒരു പ്രവചനം, പണ്ട് എഴുതി വെച്ച ഒരു പ്രവചനം നിവൃത്തിയാകാൻ ഒരു കാര്യം നടന്നതിനകത്ത് എന്ത് അധാർമികതയാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇതാണോ ധാർമ്മികത? മുഹമ്മദ് ഈ കൊച്ചിനെ അടിച്ചു മാറ്റാൻ അള്ളാഹു മുഹമ്മദ് കാണിച്ച തരികട പരിപാടിയാണോ ധാർമ്മികത? ഇത് കേൾവിക്കാരെ അറിയാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി സോഹൻ മറുപടി പറയാം. ഓക്കെ, താങ്ക് യു. എന്തായാലും ഞാനിവിടെ അനിൽ പാസ്റ്റർ പറയുന്നതിനെ പ്രതികരിക്കുകയുള്ളൂ. ബാക്കിയുള്ളത് പിന്നെ അനിൽ പാസ്റ്റർ പറയുകയാണെങ്കിൽ, അല്ല എനിക്ക് പ്രതികരിക്കേണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ബാക്കിയുള്ളവരിലേക്ക് വരും. ഞാൻ പറയണത്, ഇപ്പം അനിൽ പാസ്റ്റർ പറഞ്ഞു ദാവീദിന്റെ കുലത്തുനിന്ന് ജനിച്ചു വരണമായിരുന്നു, അതുകൊണ്ടാണ് അത് എന്താണ് ജോസഫ് ദാവീദിന്റെ കുലത്തുനിന്നാണ്. സോഹനോട് ഞാൻ പറഞ്ഞിരുന്നു, അനിൽ പാസ്റ്റർ ഉത്തരം പറഞ്ഞതിന് ശേഷം സോഹൻ ഞാൻ ചോദിച്ചതിന് ഉത്തരം തരണം എന്ന് പറഞ്ഞിരുന്നു. അനിൽ പാസ്റ്റർ ഉത്തരം പറഞ്ഞു, അത് ക്ലിയർ ആയി, ആ കാര്യം കഴിഞ്ഞു. ഇനി സോഹനോട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുക. ആ ചോദ്യത്തിന് ഉത്തരം ഉണ്ടെങ്കിൽ സോഹനോട് നിൽക്കാം. ഈ സോഹന്റെ എനിക്കറിയാം സോഹൻ, ഇപ്പൊ അനിൽ പാഷ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോട്ടെ അനിൽ പാഷയോട് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആ ഉത്തരം കഴിഞ്ഞു. എന്താണെന്നുള്ളത് കൃത്യമായിട്ടും ദൈവഹിതമാണെന്നുള്ളതും വ്യക്തമാക്കിയ റെഫറൻസ് സഹിതം അനിൽ പാഷ പറഞ്ഞു തന്നു. ഇനി സോഹൻ എനിക്ക് ഇവിടെ പറയേണ്ടത്, നിങ്ങളുടെ ഖുറാനിലും ഹദീസും വായിക്കുമ്പോൾ ഈ ഖുറാന് വിരുദ്ധമായിട്ട് ഹദീസിലുണ്ടെങ്കിൽ ഏതാണ് നിങ്ങൾ സ്വീകരിക്കുക, ഏതാണ് നിങ്ങൾ തള്ളുക? ഇതിന്റെ ഉത്തരം സോഹൻ പറയൂ. ഓക്കെ, എന്തായാലും ഞാൻ പറഞ്ഞിട്ട് അനിൽ പാസ്റ്റർ ഒന്ന് മൈക്ക് എടുത്ത് പറഞ്ഞാൽ നന്നായിരുന്നു, ഇനി എന്നോട് സംസാരിക്കേണ്ടെന്നുള്ളത്. അത് വലിയൊരു കാര്യം. സോൾജറിന്റെ ചോദ്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. സോൾജർ ചോദിച്ചത്, ഖുറാനെതിരെ ഒരു ഹദീസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് തള്ളും? അതൊരു വളരെ ഒരു സിംപ്ലിഫൈഡ്, വളരെ ഒരു ലഘൂകരിച്ചൊരു ചോദ്യമാണത്. ഇറ്റ്സ് നോട്ട് എ വെരി ഈസി സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ. സോൾജറിന് അത് മനസ്സിലാകത്തോണ്ടാണ്. അങ്ങനെ 2 വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പണ്ഡിതന്മാര് അത് വിശകലനം ചെയ്യും. ഇത് ഒരുപാട് ഹദീസുകളും പല സ്ഥലത്തും പല രീതിയിലും വന്നിട്ടുണ്ടല്ലോ. ഇത് ഖുറാനെതിരാണോ, അല്ലെങ്കിൽ ഇത് റീകൺസൈൽ ചെയ്യാൻ പറ്റുമോ, ടോട്ടലി കോൺട്രാഡിക്ടറി ആണോ, ഇത് സാഹചര്യങ്ങൾ എന്താണ്, പല പല സന്ദർഭങ്ങളും നോക്കിയിട്ടാണ് അതിന് വിശദീകരിക്കുന്നത്. കാരണം സഹീഹ എന്ന് പറഞ്ഞൊരു ഹദീസ് അത് ടോട്ടലി ഖുറാനെ കോൺട്രാഡിക്ടറി ആയിട്ട് അങ്ങനെ അവിടെ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്ത് കാരണം എന്നുള്ളത് ഒരു വലിയൊരു ചർച്ചയാണിത്. അല്ലാതെ ഇവിടെ ഇരുന്ന് ഞാൻ അതിനെ തള്ളിക്കളയുമെന്ന് വെറുതെ പറയുന്നതുകൊണ്ട് എന്ത് കാര്യമാണ് സോൾജർ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് അഡ്രസ് ചെയ്യാത്തത്. ഇറ്റ്സ് ജസ്റ്റ് എ ലോഡഡ് ക്വസ്റ്റ്യൻ. അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കറക്കി നിങ്ങൾ അതിനെ എന്നെ ഒരു മുസ്ലിം അല്ലാത്ത രീതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വളരെ അപക്വമായൊരു സോൾജറിന്റെ ചോദ്യമാണത്. ഇറ്റ്സ് നോട്ട് എ റൈറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ സോഹൻ, മ്യൂട്ട് ചെയ്തോളൂ. താങ്ക് യു സോഹൻ. അപ്പോ താങ്കൾക്ക് താങ്കളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയില്ല എന്ന് താങ്കളിവിടെ സമ്മതിച്ചു. അപ്പോ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഖുറാൻ എതിരായിട്ട് ഒരു ഹദീസിൽ ഏതെങ്കിലും വാക്കുകൾ ആയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഹദീസ് തള്ളും. താങ്കൾ ഇവിടെ വെച്ച ആദ്യത്തെ മാതൃക അല്ലെങ്കിൽ ഗുണം എന്ന് പറയുന്നത്, അയൽവക്കക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ വയറ് നിറയ്ക്കരുത് എന്ന് ഹദീസിലുണ്ട്. എന്നാൽ ഇതിനെതിരെ ഒരു ആയത്ത് ഖുറാനിലുണ്ട്. 9:123 പറയുന്നു, നിന്റെ അയൽക്കാരനുമായിട്ട് യുദ്ധം ചെയ്യണം, നിങ്ങളിൽ അവർ രൂക്ഷത കണ്ടെത്തണം. ഇത് എൻറ്റയർലി കോൺട്രഡിക്റ്റ് ആയിട്ടുള്ള രണ്ട് സബ്ജക്റ്റ് ആണ്. ഒരു സ്ഥലത്ത് പറഞ്ഞ ഭക്ഷണം കൊടുക്കണം, ഒരു സ്ഥലത്ത് പറഞ്ഞ യുദ്ധം ചെയ്യണം. അപ്പൊ അതുകൊണ്ട് താങ്കൾ ആദ്യം പറഞ്ഞ
ഈ മുഹമ്മദിന്റെ ധാർമ്മികത അവിടെ പൊളിഞ്ഞു. ഇനി താങ്കൾ രണ്ടാമത്തെ ധാർമ്മികത ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് പറഞ്ഞു. താങ്കൾക്ക് തന്നെ അവസരം തരുന്നുണ്ട്. ഇന്ന് താങ്കൾ ഇന്ന് സോഹൻ കേൾക്കൂ, സോഹൻ പ്ലീസ്, സോഹൻ കേൾക്കൂ, അവിടെ നിൽക്കൂ, മീറ്റ് യു പ്ലീസ്. ഇന്ന് താങ്കൾക്ക് തന്നെയാണ് സമയം തരുന്നത്. ഞങ്ങൾക്ക് അറിയണം, കാരണം ഇന്ന് 8 ദിവസമായി ഇവിടെ ഞങ്ങളുടെ പാസ്റ്റർമാർ ഒത്തിരി പേര് ഇരിപ്പുണ്ട്. എങ്കിലും 8 ദിവസമായി ഇതുവരെ ഒരാൾക്ക് പോലും ഒരു ധാർമ്മികത, നിങ്ങളുടെ മാനവരിൽ മഹോന്നതനായ ചങ്കിന്റെ ചങ്കായ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ആ മുഹമ്മദിന്റെ ഒരു മാതൃക പോലും കാണിക്കാൻ പറ്റിയില്ല. താങ്കൾ കൊണ്ടുവന്ന ഒരു മാതൃക കാണിച്ചു, പക്ഷെ അത് ഖുർആൻ അവിടെ യോജിച്ചു പോകുന്നതല്ല. ഇനി താങ്കൾക്ക് സെക്കൻഡ് അവസരമാണ്, അടുത്തൊരു മാതൃക കാണിച്ചോളൂ. ഈ ഓരോരോ അവസരത്തിലും മൈക്കെടുക്കുമ്പോൾ സോൾജർ ഇങ്ങനെ എനിക്ക് വിവരമില്ല, എനിക്ക് അടിസ്ഥാനമില്ല, നിങ്ങൾക്ക് മാതൃകയില്ല, ഇങ്ങനെ പറഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. സോൾജർ ബൈൽവാനായി വിജയിച്ചു എന്നുള്ളത് ഞാൻ തുടക്കത്തിലെ പ്രഖ്യാപിച്ചു. ഇനി നമുക്ക് സംസാരിക്കാമല്ലോ. ഇനി സംസാരിച്ചാൽ മാത്രം മതി. ഈ ഓരോരോ പ്രസ്താവന ഇടക്കിടക്ക് വെക്കണം എന്ന് നിർബന്ധമില്ല. ഓക്കെ. ഇനിയിപ്പോ സോൾജർ എടുത്തു വെച്ചിരിക്കുന്ന 9:123 ഏതോ നിങ്ങൾ അടുത്തുള്ളവരോട് രൂക്ഷത കാണിക്കണമെന്ന്, അത് 9:122 വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. ഇവിടെ ആരോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ജസ്റ്റ് നോക്കിയിരുന്നു. നിങ്ങൾ എല്ലാവരോടും കൂടെ ഒരുമിച്ച് യുദ്ധം ചെയ്യരുത്, നിങ്ങൾ അടുത്തുള്ളവരോട് വേണം ആദ്യം യുദ്ധം ചെയ്യാൻ. അപ്പൊ ഈ യുദ്ധം ചെയ്യുന്ന വ്യക്തികൾ ആരോടൊക്കെയാണെന്നുള്ളതും കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ടാവും. ആരോടാണ് നിങ്ങൾ യുദ്ധം ചെയ്യാൻ. കേട്ടോ, എല്ലാരും ഒന്ന് ചിരിക്കണം ഈ വ്യാഖ്യാനം കേട്ടിട്ട്. ചിരിച്ചോളാം. ഓക്കെ, സോഹൻ പറഞ്ഞോളൂ, പറയട്ടെ. ആദ്യം 122 വായിക്കൂ സോൾജറെ, എന്നിട്ട് 123 പോകൂ. അപ്പൊ അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാവും എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്. അല്ലാതെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ വയറ് നിറച്ച് കഴിക്കരുത് എന്ന് അവിടെ എവിടെയാ ഗണ്ണിച്ചിരിക്കുന്നത്? സോഹൻ വായിച്ചിട്ട് പറഞ്ഞോളൂ. സോഹന്റെ സമയമാണ്. സോഹന് ഖണ്ഡിക്കാം. സോഹൻ വായിച്ചിട്ട് സോഹൻ വ്യക്തമാക്കി ഇവിടെ കാണിച്ചു തന്നോളൂ. സോഹന്റെ സമയമാണ്, പറഞ്ഞോളൂ. 121, 123 ഒക്കെ വായിച്ചു, നാട്ടുകാരെ കേൾപ്പിച്ചു, കുഴപ്പമില്ല. എന്താ ഞാൻ വായിക്കണം അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചോളൂ, ഒരു കുഴപ്പമില്ല. നിങ്ങളെല്ലാം സോഹൻ അതിന്റെ സത്യാവസ്ഥ ജനത്തോട് പറഞ്ഞോളൂ. അത് അങ്ങനല്ല, ഇങ്ങനാണ് എന്ന് തെളിയിച്ചോളൂ. ആൾക്കാർ നിങ്ങളാണല്ലോ, നിങ്ങൾ വായിക്കും. 122 ഖുറാന്റെ ആണ് പ്രശ്നം. ബൈബിളിലാണ് ഞങ്ങൾ വായിക്കായിരുന്നു. ഖുറാനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനല്ല, ഇങ്ങനാണ് എന്ന് സോഹൻ തെളിയിച്ചോളൂ. താങ്ക് യു. എനിക്ക് അവിടെ ആരോപണങ്ങളില്ല, എതിർവാദങ്ങളില്ല. ഞാൻ പറയുന്നത് കോണ്ടക്സ്റ്റലായിട്ട് നോക്കേണ്ട കാര്യമാണ്. അല്ലാതെ ഞാൻ കൊണ്ടുവന്ന ഒരു ഹദീസിന് എതിർവാദം ഹദീസൊന്നുമല്ല. സോൾജർ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അതാണെന്നുണ്ടെങ്കിൽ തെളിയിച്ചോളൂ. 122 മുതൽ താഴോട്ട് പറഞ്ഞു. ഖുറാനകത്ത് അയൽവാസി രൂക്ഷത പ്രകടിപ്പിക്കണം, അവനെ കൊല്ലണമെന്ന് ഖുറാനകത്ത് 9:121, 123 വായിച്ചു. അതല്ലാന്ന് പുള്ളി സോഹൻ തെളിയിച്ചോളൂന്നേ, പറഞ്ഞോളൂ, കേക്കട്ടെ. സോഹന്റെ സമയമാണ്. സോഹൻ വായിച്ചോളാം, കുഴപ്പമില്ല. ഓക്കെ, ഒരു നിമിഷം സംസാരിക്കരുത് എന്നാണ് ഇവിടെ നിബന്ധന കേട്ടോ. വെറുതെ സംസാരിച്ച് അല്ല, ഞാൻ ഒരു കാര്യം അതുകൂടെ ചേർത്ത് പറയാം. ഞാൻ ഒരു പ്രശ്നപരിഹാരമാണ് പറയുന്നത്. ഞാൻ പ്രശ്നപരിഹാരം പറയാനാണ് വന്നത്. ഇടയ്ക്കിടപെടുന്നല്ല, അങ്ങനെ ചെയ്യാറില്ല. ഇപ്പൊ ഞാനൊരു കൗണ്ടർ വറീസ് സാമൂലിനും ഈ നമ്മുടെ സോൾജിയറിനും പറയാൻ വേണ്ടിയാണ്. ഇത് കോൺട്രാക്ടറി ആവില്ല, കോൺട്രാക്ടറി ആവാതിരിക്കത്തക്ക ഒരു വ്യാഖ്യാനം അതിനുണ്ട്. അത് പറയാം. ആ കോൺട്രാക്ടറി ആകാത്ത വിധത്തിൽ ആ രണ്ടു വചനങ്ങൾക്കും സസ്റ്റെയിൻ ചെയ്യാൻ പാകത്തിനുള്ള ഒരു വ്യാഖ്യാന സമീപനമുണ്ട്. അത് ഒന്ന്, ഇതാദ്യം ഈ വിശക്കുന്ന ആളിന് ഭക്ഷണം കൊടുക്കണം. ആയത്തിൽ പറയുന്ന പോലെ, ഹദീസിൽ പറയുന്നത്, തൊട്ടടുത്ത് അവൻ വിശപ്പടങ്ങിയെന്ന് കാണുമ്പോൾ രൂക്ഷത കണ്ടെത്തണം. അപ്പൊ എന്താ പ്രശ്നം വരുന്നത്? ഇത് രണ്ടും നിറവേറുമല്ലോ, രണ്ടിനും ഒരു പ്രശ്നമില്ലല്ലോ. അപ്പൊ ഇതിനകത്ത് കോൺട്രാക്ടറി ഇല്ല. അതായത് നിങ്ങളുടെ അയൽക്കാരന് വിശപ്പ്. അതെന്താ എന്നെ പ്രശ്നം എന്താ? നിങ്ങൾക്ക് എന്നാ മനസ്സിലാകാത്ത കാര്യങ്ങൾ യഥാർത്ഥ വിധത്തിൽ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നില്ല. നിങ്ങൾ വറീസാറും ഈ സോൾജിയറും ചെയ്യുന്നത് സംഗതി ഉൾട്ടയാക്കി കളയാ. ഞാൻ പറഞ്ഞ പോലെ തിരിച്ച് ചിന്തിച്ച്, വിശക്കുന്ന അയൽക്കാരനുണ്ടെങ്കിൽ നിങ്ങൾ അവന് സമൃദ്ധമായി ഭക്ഷണം കൊടുക്കുക. അവന്റെ വിശപ്പടങ്ങിയെന്ന് കാണുമ്പോൾ നിങ്ങൾ വാളെടുക്കുക, യുദ്ധം ചെയ്യുക, അവന് രൂക്ഷത കണ്ടെത്തുക. അവിടെ എന്താ പ്രശ്നം? എനിക്കെതിരെ തഫ്സീർ വരാനുള്ള യോഗ്യതയുണ്ടോ? ശരിയാണ്. അത് നേരെ തിരിച്ചായാലോ സാറേ? നേരെ തിരിച്ചായാലോ? ഒരു ചോദ്യം അനിസാറിനോട്, നേരെ തിരിച്ചായാലോ? തിരിച്ചറിയാൻ പറ്റില്ല. കഴുത്ത് വെട്ടിയതിന് ശേഷമാണ് വിശപ്പടക്കുന്നെങ്കിലോ? അല്ല, അത് മാത്രമല്ല, വേറൊരു വാക്യമുണ്ട് സാറേ. സാറെന്താ ഇങ്ങനെ വാക്യം മറ്റേ കൂടെ പഠിക്കാൻ? കഴുത്ത് വെട്ടിക്കളയുക, പിന്നെ കൈകാലുകൾ വെട്ടിക്കളയുക. കഴുത്ത് വെട്ടിക്കഴിഞ്ഞിട്ട് കൈകാല് വെട്ടിക്കളഞ്ഞെന്ത് ഗുണം എന്തോ? എന്റെ സാറേ, ഇത് ഞാൻ ഈ വചനം നിറവേറാനുള്ള ഒരു ഞാൻ സെറ്റിൽമെന്റിന് വേണ്ടി പറഞ്ഞ, ഇത് പ്രശ്ന പരിഹാരം പറഞ്ഞാണ്. അതായത് വിശന്നിരിക്കുന്ന മനുഷ്യൻ ആവശ്യം കൊടുക്കുക, പിറ്റേന്ന് അവന് വെട്ടിക്കളഞ്ഞാൽ 2 ഗുണമാണ്. പിന്നെ ആയുസിൽ അവന് വിശക്കുകയില്ല,
ഒരു സമാധാനം സമൂഹത്തിൽ ഉണ്ടാകുകയും ചെയ്യും. എന്താ അതിനകത്ത് നിങ്ങൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കത്തെ? അപ്പൊ കഴുത്ത് വെട്ടിക്കളഞ്ഞ ഒരു ചോർപ്പ് വെച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം, അതായിരിക്കും എളുപ്പം, കുറച്ചുകൂടെ എളുപ്പമുണ്ടല്ലോ. അപ്പം വയറ് നിറഞ്ഞോളും. ആദ്യം കഴുത്ത് വെട്ടില്ലേ, ആദ്യം ഖുറാനല്ലേ വന്നത്. അപ്പൊ കഴുത്ത് വെട്ടിയിട്ട് അങ്ങോട്ടൊരു കുറിച്ചേട്ടൻ ചോർപ്പ് വെച്ചിട്ട് സംസാരിക്കണ്ടോ? ഒരു 2 മിനിറ്റ് സംസാരിക്കാണ്ടെങ്കിൽ കുറിച്ചേട്ടൻ സംസാരിച്ചോളൂ. അല്ലാതെ വെറുതെ ഇങ്ങനെ ഒരു സ്നൈഡ് കമന്റ് അടിച്ചിട്ട് ഇങ്ങനെ വെറുതെ പോകണ്ട, വലിയ കാര്യമൊന്നുമില്ല അതില്. അല്ല സോഹനെ പ്ലീസ്, ഇവിടെ ആര് ഞാൻ സംസാരിക്കുന്നത് സോഹൻ കോൺട്രഡിക്ട് ചെയ്ത തീരുമാനിക്കേണ്ട അൽക്കുടുത്തർ സോഹനെ പ്ലീസ്. പാസ്റ്ററിനെയാണ്, കുറിച്ചേട്ടാ, സോഹനെ അല്ലല്ലോ. സോറി. അതെ സോഹനെ അല്ല, അവിടെ പാസ്റ്ററോടാണ് സംസാരിച്ചത്. സപ്പോർട്ട് അപ്പൊ ചെയ്തു. സോഹൻ, ഞാൻ വീണ്ടും സോഹനിലോട്ട് വരുവാണ്. സോഹനെ ഒരു സെക്കൻഡ് സോഹൻ, ഞാൻ വീണ്ടും സോഹനിലോട്ട് വരുവാണ്. സോഹന് ആദ്യത്തെ മാനദണ്ഡം അല്ലെങ്കിൽ അത് ഖണ്ഡിക്കാൻ രണ്ടാമത്തെ മാതൃക പൊക്കോളൂ, രണ്ടാമത്തെ മാതൃക കാണിച്ചോളൂ. സോഹന്റെ അവസരമാണ് രണ്ടാമത്തെ മാതൃക, സെക്കൻഡ് മാതൃക, മുഹമ്മദിന്റെ രണ്ടാമത്തെ ഗുണം മാതൃക. ആദ്യത്തെ ഞാൻ ജയിച്ചേ, ബൈൽവാൻ ജയിച്ചെന്ന് പറഞ്ഞാണ്ട് എന്തിനാണ് സോൾജർ ആ പരിപാടി എടുക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊന്ന് ഇടപെട്ടെ, ഇല്ല, ജയിച്ചില്ല വയ്യ, നിങ്ങൾ തന്നെ ജയിച്ചു. കേൾവിക്കാർ വിധി അതിന് പറയണമെന്നേ. നിങ്ങൾ ജയിച്ചു, സോഹൻ നിങ്ങൾ ജയിച്ചു. പറഞ്ഞു അയൽക്കാരനെ, അല്ല നിങ്ങൾ പറഞ്ഞു, ശരി, നിങ്ങൾ പറഞ്ഞു അയൽക്കാരനെ വിശന്നിരിക്കുമ്പം നിങ്ങൾ തിന്നാൻ പാടില്ല, അവൻ തീറ്റ കൊടുക്കണമെന്ന് പറഞ്ഞു. ശരി. അപ്പോൾ രണ്ടും ഇതിനകത്ത് ഏതാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്? ഖുറാനിന് എതിരായിട്ട് വന്നാൽ ഹദീസ് സ്വീകരിക്കുമോ, പിന്നെ ഖുറാൻ സ്വീകരിക്കുമെന്ന് ചോദിക്കുമ്പോൾ എല്ലാ പണ്ഡിതന്മാരും ഒറ്റ വാക്ക് പറയും, ഹദീസ് അല്ല തള്ളിക്കളയും, ഖുറാൻ സ്വീകരിക്കും എന്നാ പറയുന്നത്. ആ ഖുറാനകത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ അയൽവാസി നിന്റെ രൂക്ഷത കണ്ടെത്തണം. അപ്പൊ നിങ്ങൾ പറയുന്നു, നിങ്ങൾ ഒരു ന്യായീകരണം പറഞ്ഞു, അതിന്റെ പശ്ചാത്തലം ആയിക്കോട്ടെ, ഇങ്ങനെ ഉണ്ടെന്ന് നമ്മൾ കേൾവിക്കാർ അറിഞ്ഞല്ലോ. ജയിച്ചു, നിങ്ങൾ തന്നെ ജയിച്ചു. അടുത്ത പറഞ്ഞോളൂ. ഓക്കെ, അത് വർഗീസ് അച്ചായന് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ, ശത്രുവിനെ സ്നേഹിക്കണമെന്ന് യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടു. എന്നിട്ട് ജൂതയെ ശപിച്ചു, നീ ജനിച്ചില്ലായിരുന്നെങ്കിൽ നിനക്ക് നല്ലതല്ലേ. യേശുവിന്റെ ഒന്നാം തരം ശത്രുവായിരുന്നു ജൂത. അത് എങ്ങനെ നമുക്ക് റീകൺസൈൽ ചെയ്യുക? യേശുവിനെ തള്ളിക്കളഞ്ഞൂടെ? അതൊക്കെ സമ്മതിച്ചു. അത് ഓക്കെ, അവിടെ അങ്ങനെ പ്രശ്നമുണ്ട്, ബൈബിൾ അങ്ങനെ പ്രശ്നമുണ്ട്. നമുക്ക് ഇങ്ങോട്ട് വരാം. ഒരു സെക്കൻഡ്. അപ്പൊ സോഹൻ രണ്ടാമത്തെ മാതൃക അതിലോട്ട് വന്നോളൂ പ്ലീസ്. മുഹമ്മദിന്റെ രണ്ടാമത്തെ മാതൃക പറഞ്ഞോളൂ. അല്ല, ഇന്നിപ്പോ നിങ്ങൾ ഒന്ന് പഠിച്ചല്ലോ, ഇനി ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ, ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു സോഹൻ. അപ്പോ ഇപ്പൊ എല്ലാവരും മനസ്സിലാകിയല്ലോ. 260 പേരുണ്ട്. മുഹമ്മദിന്റെ ഒരു മാതൃക മാത്രമേ സോഹനോട് പറയാൻ സാധിച്ചുള്ളൂ, അത് ഖുറാൻ വെച്ച് നമ്മൾ ഖണ്ഡിച്ചു. അപ്പോ സോഹൻ പറയുന്നു, ഇനി എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ സംസാരിച്ചോളൂ. താങ്ക് യു സോഹൻ. അടുത്ത ആരാ സംസാരിക്കാനുള്ള പറഞ്ഞോളൂ. മാതൃക ഇല്ലാഞ്ഞിട്ടല്ല, ഇന്ന് ഇല്ലാഞ്ഞിട്ടല്ല, പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അത് തന്നെ. ഇനി നാളെ പറയും, എനിക്ക് സമയം തന്നില്ല, നാളെ സോഹൻ പറയല്ലോ. കാരണം ഞാനിന്ന് പറഞ്ഞു, ഇന്ന് മുഴുവൻ സമയം സോഹന്റെ ആണ്. സോഹൻ സമയം എടുത്തോളൂ. മാതൃകകൾ എണ്ണി എല്ലാവരും മുമ്പിൽ പറയാനുള്ള സമയമാണെന്ന് പറഞ്ഞു. പക്ഷെ സോഹൻ ഒരെണ്ണം പറഞ്ഞ ശേഷം പറയാണ്, എനിക്കിനി ഒന്നും പറയാനില്ല. ആലീസിസ് പറയും. ഒന്നും പറയാനില്ല എന്നൊന്നും സോൾജർ പറഞ്ഞില്ല, ഒന്ന് പറഞ്ഞു. ഇനി അടുത്ത ഈ അവസരത്തിൽ പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ സോഹൻ, അമ്മിറ്റ് ചെയ്തോളൂ. ആലീസിസ് സംസാരിക്കും. ഞാന് ഒരു വാചനം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ, അതായത് കപട ഭക്തിക്കാർ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളുടെ വിളക്കിലെ വീട്ടിലെ വെളിച്ചം